വസ്സലാമു അലാ റസൂലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹിതരെ, ഉമ്മ പെങ്ങന്മാരെ, QMC എന്ന സംഘടന നടത്തപ്പെടുന്ന അഹ്ലൻ റമളാൻ എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേദിയിലിരിക്കുന്ന പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ലത്തിലെ ദീനീ രംഗത്തും ആധുനിക സേവന രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാ പ്രതിനിധികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഹ്ലൻ റമളാൻ എന്ന പരിപാടി, അഹ്ലൻ റമളാൻ എന്ന പേരിൽ തന്നെ ഉള്ള ആശയം അത് ഉൾക്കൊള്ളുവാനും വരാനിരിക്കുന്ന റമളാനിനെ നമുക്ക് സ്വീകരിക്കുവാനും കഴിയുമാറാവട്ടെ. ഈ കാലഘട്ടത്തിൽ മഹാവിപത്തായ ലഹരി ഉപയോഗം, അത് ആ ടോപ്പിക് QMC എടുത്തതും ഒരു വ്യക്തി, സമൂഹം ഇത്യാദി കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്ന എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ മഹാനായ ശ്രീ സമീർ സർ അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഹ്ലൻ റമളാൻ, റമളാനിനെ എങ്ങനെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ഇവിടെ വരാൻ പോകുന്ന മഹാനായ ഡോക്ടർ മെന്റർ ശ്രീ സുലൈമാൻ മേപ്പത്തൂർ ഉസ്താദിനെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. പരിപാടിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട QMC പ്രസിഡന്റ് അഷ്റഫ് കുറ്റിക്കണ്ടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭാരവാഹികൾ, അതേപോലെ തന്നെ നമ്മുടെ QMCയുടെ മെമ്പർമാർ, QMC ബനാത്തിലെ സഹോദരിമാർ, നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ, സഹ്റ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ, അഖിലൻ റമളാൻ, റമളാനിന്റെ മുന്നൊരുക്കം QMC ബനാത്തും സംയുക്തമായി ഇന്ന് വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പരിപാടി സമീർ സാറ് ഓൾറെഡി അറിയാം. 15 ദിവസങ്ങൾക്ക് മുമ്പാണ് സാറ് വിളിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി വേണം എന്ന് പറയുകയും ഏതൊക്കെയോ പരിപാടി മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നത്. അതേപോലെ തന്നെ വളരെ തിരക്കുള്ള ഇന്റർനാഷണൽ വേദികളിൽ സാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സുലൈമാൻ മേപ്പത്തൂർ അല്പസമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തും. റമളാനിന്റെ മുന്നൊരുക്കമായി നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 800 വീടുകളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ വീട്ടിലേക്കും ഈത്തപ്പഴക്കിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അതുമായി സഹകരിച്ച, രാപ്പകൽ അധ്വാനിച്ച നമ്മുടെ QMCയുടെ എല്ലാ മെമ്പർമാർക്കും, അതേപോലെ ബനാത്തിലുള്ള സഹോദരിമാർക്കും അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ വേദിയുടെ, ഈ നഗറിന്റെ പേര് നമ്മുടെ പ്രിയപ്പെട്ട കുറ്റിക്കണ്ടിയുടെ വിളക്കായിരുന്ന എളിയാപ്പയുടെ നഗരമാണ്. എളിയാപ്പയെ അറിയാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവുകയില്ല. എളിയാപ്പ QMCയുടെ ഏതൊരു പരിപാടിയും
വിളിച്ചുകൊണ്ട് എന്തായി എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട എളിയാപ്പ, ഈ ഒരു റമദാനിന്റെ ഈത്തപ്പഴത്തിൽ ഉംറയ്ക്ക് പോയി അവിടെ വെച്ച് അത് അന്വേഷിക്കുകയും പുറത്തുനിന്ന് KMCയുടെ പുറത്തുനിന്ന് ഒരാൾ അതിനുവേണ്ടി സഹായം ഇങ്ങോട്ട് അഭ്യർത്ഥിച്ച് മേടിച്ച എളിയാപ്പ ആ ഒരു ഈത്തപ്പഴ വിതരണത്തിൽ എളിയാപ്പക്ക് ഉംറ കഴിഞ്ഞ് വരുന്ന സമയത്താണ് വരുന്ന വഴിയിൽ കോഴിക്കോട് വെച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എളിയാപ്പ യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല എളിയാപ്പയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് എന്നും ഒരു കരുതൽ കൊടുക്കുന്ന ഒരു സംഘമാണ്, ഒരു കൂട്ടായ്മയാണ് KMC. കഴിഞ്ഞ നമ്മുടെ കൊറോണ സമയത്ത് പ്രതിസന്ധിയിലായ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ മൊബൈലിൽ മാത്രമായിരുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ മാക്കുൽപ്പടിക ഗവൺമെന്റ് സ്കൂൾ, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ, നിർധനരായ പല കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മൊബൈലും ടിവിയും നൽകിക്കൊണ്ട് നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം തങ്ങൾ KMCക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ ആവശ്യമായി വന്നപ്പോൾ ഇരു കൈയും നീട്ടിക്കൊണ്ട് അത് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി ഒരു 5 കമ്പ്യൂട്ടർ ഈ വേദിയിൽ വെച്ച് നൽകാൻ വേണ്ടി KMC ഒരുങ്ങുകയാണ്. അല്ലാഹു അതിനുവേണ്ടി സാമ്പത്തികമായും എല്ലാം കൊണ്ടും സഹായിച്ച നമ്മുടെ KMC മെമ്പർമാർക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം എത്തിക്കുമാറാകട്ടെ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സമീർ സാർ പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ അടുത്ത ഭാഗത്തുള്ള കുട്ടികൾ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ പരസ്പരം സംസാരിക്കാതെ മുന്നോട്ട് നോക്കിയിരിക്കാൻ കഴിയും. നിങ്ങൾക്ക് കൂടി പ്രസക്തമായ ഒരു വിഷയത്തെയാണ് KMC ഏറ്റെടുത്തുകൊണ്ട് ഇന്നിവിടെ അതിനുള്ള ഇത്തരമൊരു അവസരം ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട സ്വാഗത ഭാഷകൻ, പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട അഷ്റഫ് കുട്ടിക്കണ്ടി അവർകൾ, ഇവിടെ സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേരേണ്ട പ്രിയപ്പെട്ട ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ ഉസ്താദ് അവർകൾ, വേദിയിലിരിക്കുന്ന മഹല്ല് കമ്മിറ്റിയുടെ ഒപ്പം ഈ സംഘടനയുടെയും പ്രവർത്തകരെ, രക്ഷിതാക്കന്മാരെ, നാട്ടുകാരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ KMC കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ, പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലേക്ക് അടുക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ മഹലിലെ എല്ലാ കുടുംബങ്ങളിലേക്കും മൂല്യബോധമുള്ള സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട് ഓരോ സെക്കൻഡുകളിലും ഞാനും നിങ്ങളും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ വീടുകളിൽ എത്താതിരിക്കാൻ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് വിഷയത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്.
ഇന്ന് നമ്മൾ രാവിലെ മുതലേ നവമാധ്യമങ്ങളിലും മീഡിയയിലേക്കും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് 24 വയസ്സുള്ള ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമാവേണ്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഉമ്മ മരണത്തോട് മല്ലടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. 24 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന് ഇത്രയും വലിയ ക്രൂരത ചെയ്തതിനു ശേഷം കുളിച്ചു ഫ്രഷായി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വളരെ കൂളായിട്ട് ഇതിങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും മണിക്കൂറുകളിൽ ഇവിടെ വരാനിരിക്കുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ജീവിതമാണ് യഥാർത്ഥത്തിൽ സുന്ദരമായ ലഹരി എന്ന സന്ദേശമുണർത്തിക്കൊണ്ട് ഐതിഹാസികമായ ഒരു പോരാട്ടത്തിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. റംസാനിന്റെ മുന്നോടിയായി QMC ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആത്മീയമായ സുന്ദരമായ ലഹരി ജീവിതത്തിന്റെ അഗാധമായ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങേണ്ട സുന്ദര മാസങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ പ്രതീക്ഷകളാണ്. നമ്മുടെ മക്കളുടെ ചിരി നമ്മുടെ സ്വപ്നമാണ്, പ്രതീക്ഷയാണ്. മക്കൾ താളം തെറ്റിക്കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരി ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഴയ കാലത്ത് ഒരു പത്രത്തിന്റെ 12ാമത്തെ പേജിലോ 9ാമത്തെ പേജിലോ 8ാമത്തെ പേജിലോ അപ്രസക്തമായ ഒരു പേജിൽ ഒരു ചെറിയ കോളത്തിൽ വന്നിരുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് ഏത് പത്രം എടുത്തു കഴിഞ്ഞാലും 1ാമത്തെ പേജിൽ ഏറ്റവും പ്രസക്തമായ വാർത്ത എന്ന രീതിയിലേക്ക് വരുന്ന സാഹചര്യത്തിലൂടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും എന്റെ പ്രദേശത്തല്ല, എന്റെ വീട്ടിലല്ല, എന്റെ തൊട്ടടുത്തല്ല, കിലോമീറ്റർ അകലെയാണ്, ജില്ലകൾക്കകലെയാണ്, വളരെ ദൂരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. കാരണം കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നിന്റെ പുതിയ തലമുറയിലെ കുട്ടികൾ റീൽസിന്റെയും വൈബിന്റെയും ലോകത്ത് വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അരമണിക്കൂർ പോലും ക്ഷമാശീലമുള്ളവരായി രക്ഷിതാക്കന്മാർ പറയുന്നത് കേൾക്കാൻ, അധ്യാപകർ പറയുന്നത് കേൾക്കാൻ, ഒരു സദസ്സിൽ അടങ്ങി ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കണമെങ്കിൽ വലിയ പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമാണ്. കാരണം ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ബോധവൽക്കരണ ക്ലാസ് ആദ്യം കൊടുക്കേണ്ടത് കുട്ടികൾക്കല്ല, ബോധവൽക്കരണ ക്ലാസ് ആദ്യം കൊടുക്കേണ്ടത് രക്ഷിതാക്കന്മാർക്കാണെന്ന് ഞാൻ പറയാറ്. എന്താ കാരണം എന്ന് അറിയും? പ്രിയപ്പെട്ട മുത്താരപ്പിടി, ടാങ്കിലുള്ളത് പൈപ്പിൽ വരും. ടാങ്കിലുള്ളതാണ് പൈപ്പിൽ വരുന്നത്. ടാങ്കിലെ വെള്ളം ശുദ്ധിയായിരിക്കണം. ആ ടാങ്കിലെ വെള്ളം എന്താണോ അതാണ് പൈപ്പിൽ വരുന്നത്. പൈപ്പിൽ വരുന്ന വെള്ളത്തിന്റെ ശുദ്ധിയില്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാനും നിങ്ങളും സ്വയം വിമർശനാത്മകമായി ചിന്തിക്കണം. എന്റെയും നിങ്ങളുടെയും മക്കൾ, ആ മക്കളിലെ സ്വഭാവങ്ങളിൽ വ്യതിയാനം വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിൽ എത്രത്തോളം മക്കൾക്ക് മാതൃകയാവുന്നു, ഈ വിഷയത്തിൽ എനിക്ക് മക്കളോട് പറയാൻ പറ്റുന്ന രീതിയിൽ എത്രത്തോളം മാതൃകയാവുന്നു, ഇത് കൃത്യമായി ഓരോ രക്ഷിതാക്കന്മാരും ഓർത്തു വെക്കേണ്ട വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് നാട് കടന്നു പോകുന്നത്. കാരണം ഇന്ന് ജനിച്ച ലേബർ റൂമിന്റെ ഉള്ളിൽ പോലും ഒരു കുട്ടി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഉമ്മയുടെ അല്ലെങ്കിൽ കൈയുടെ സ്പർശനമോ മുഖത്തെ പ്രകാശമോ ഒന്നും ഇല്ല ആദ്യം കാണുന്നത്. ലേബർ റൂമിൽ പോലും മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച തീപ്പെട്ടിക്കൂട് പോലുള്ള ചതുരാകൃതിയുള്ള വസ്തുവിൽ സെൽഫി എടുക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് അവിടെയുള്ളത്. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ ആദ്യം തന്നെ കാണുന്നതും ഇത്തരം നവമാധ്യമങ്ങളുടെ ഫ്ലാഷ് ലൈറ്റാണ്. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന അധ്യായം തുറക്കുമ്പോൾ അടിവരയായിട്ടുകൊണ്ട് ഞാൻ പറയുന്നു, അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ജീവനില്ലാത്ത, രക്തമില്ലാത്ത, മാംസമില്ലാത്ത, മജ്ജയില്ലാത്ത, നാടിയില്ലാത്ത, ഞരമ്പുകളില്ലാത്ത, ചലനശേഷിയില്ലാത്ത തീപ്പെട്ടിക്കൂട്ട് പോലുള്ള ചതുരാകൃതിയുള്ള വസ്തുവിന്റെ ഉള്ളിലേക്ക് മക്കളുടെ തലച്ചോറ് തളച്ചിട്ട് പോയാൽ ഉമ്മയോട് സംസാരിക്കാൻ വിഷയം ഉണ്ടാവില്ല, ഉപ്പയോട് സംസാരിക്കാൻ വിഷയം ഉണ്ടാവില്ല, കുടുംബത്തോട് സംസാരിക്കാൻ വിഷയം ഉണ്ടാവില്ല, സൗഹൃദങ്ങളോട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല, സംസാരിക്കാൻ വിഷയം ഉണ്ടാവില്ല. എല്ലാം ഒരു ടെക്നോളജിയുടെ ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന വർത്തമാനകാലം. ലോകം വികസിച്ചുകൊണ്ടിരിക്കുന്നു, രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു, നാട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചുള്ള ടെക്നോളജിയുടെ വികാസമുണ്ട്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം.
ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിന്റെ പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട മക്കൾ വളരെ വേഗതയിലാണ് അവിടെ സഞ്ചരിക്കുന്നത്. എന്നേക്കാളും നിങ്ങളെക്കാൾ വളരെ വേഗത്തിലാണ് എന്റെ ഇടത് ഭാഗത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ. അവിടെ ടെക്നോളജിയുടെ സ്പീഡ് എനിക്കും നിങ്ങൾക്കും കിട്ടുകയില്ല. പക്ഷെ ആ വേഗതയിൽ സഞ്ചരിക്കുന്ന മനസ്സിനെ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ കരരൂപത്തിലും ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും സൈബർ രൂപത്തിലും പൊടി രൂപത്തിലും ഡിജിറ്റൽ രൂപത്തിലും ലഹരിയുടെ പല വൈവിധ്യങ്ങളാർന്ന മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ വില്ലൻ ഒരു നാൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രതിരോധിക്കാൻ സംവിധാനമില്ലാതെ 4 ചുമരിന്റെ ഉള്ളിൽ കണ്ണുനീരൊലിപ്പിക്കുന്ന രക്ഷിതാക്കന്മാരെ മാറാതിരിക്കണമെങ്കിൽ ഈ വിഷയം കൃത്യമായി ജാഗ്രതയോടുകൂടി ഈ നാട് ഏറ്റെടുക്കേണ്ടതാണ്. KMC എന്ന് പറയുന്ന സംഘടന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഇറങ്ങിച്ചെന്ന് കാരുണ്യ മേഖലയിൽ, പാലിയേറ്റീവ് മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ 800ഓളം വീടുകളിൽ ഈത്തപ്പഴം നൽകിക്കൊണ്ട് റംസാനിന്റെ മുന്നൊരുക്കം എന്ന രീതിയിൽ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് അവർ ഏറ്റെടുക്കുന്നത്, ലഹരി. ആ ലഹരിക്കെതിരെ ശക്തമായി ഉണർന്നു പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ നമ്മുടെ കൈവെള്ളകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമുണ്ട. ദിവസവും ലഹരിക്കെതിരെ ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് എന്റെ 2 പെൺമക്കളാണ്. അതുകൊണ്ട് ഞാൻ പ്രഭാഷണം നടത്തുന്ന ആളായതുകൊണ്ട് എന്റെ പെൺമക്കളെല്ലാം സുരക്ഷിതരാണ് എന്ന ഓവർ കോൺഫിഡൻസും എനിക്കില്ല. കാരണം അത്തരമൊരു സാഹചര്യത്തിലൂടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 9 മാസവും 10 ദിവസം വയറ്റിലും ഒരായുഷ്കാലം മുഴുവനും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ഉമ്മയെ പൈശാചികമായി കൊല ചെയ്യപ്പെടാൻ ഒരു ചെറുപ്പക്കാരന് സാധിക്കണമെങ്കിൽ യാതൊരു പശ്ചാത്താപമില്ലാതെ ഇറങ്ങിച്ചെല്ലാൻ ഒരു ചെറുപ്പക്കാരന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ തലച്ചോറിനെ ബാധിച്ച ഇത്തരം രാസലഹരികൾ എത്രമാത്രം മനുഷ്യനെ പിശാചാക്കി മാറ്റുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട സാഹചര്യത്തിലൂടെ നാട് കടന്നു പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ പ്രവാചകൻ പറഞ്ഞ അതിമനോഹരമായ ഒരു കോട്ട് ഞാൻ സാന്ദർഭികമായി എടുത്തു പറയുകയാണ്. സകല തിന്മകളുടെ മാതാവാണ് ലഹരി, സകല ദുരന്തങ്ങളുടെ. അതാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനും നിങ്ങളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഓരോ സെക്കൻഡുകളിലാണ് ഒരു പുതിയ വാർത്ത വരുന്നത്. പഴയ കാലങ്ങളിൽ ആഴ്ചയിൽ ഒരു വാർത്തയാണെങ്കിൽ, മാസത്തിൽ ഒരു വാർത്തയാണെങ്കിൽ, ഓരോ സെക്കൻഡിലും ഓരോ പുതിയ ലഹരി വാർത്തകൾ വരുന്നു. ഞെട്ടിപ്പോവുകയാണ്. രാവിലെ മുതൽ ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ സാധിക്കുമോ? ഇന്നത്തെ വാർത്ത ലേഖകരുമായിട്ടുള്ള ആ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അവൻ അങ്ങനെയായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു, അത്രത്തോളം നല്ലവനായിരുന്നു, അതായിരുന്നു. പക്ഷെ ഏത് നിമിഷമാണ് ഒരു കുട്ടിയുടെ മനസ്സിനെ പിശാച് കീഴടക്കുന്നത്? ആ പിശാചിന്റെ ഉള്ളിലേക്ക് മക്കളുടെ മനസ്സ് ചെന്ന് പോവാതിരിക്കാൻ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുള്. പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ഒരു തമാശ രൂപത്തിൽ പോലും ലോകാരോഗ്യ സംഘടന അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ സ്പർശിക്കാൻ പോലും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ലഹരികളിലേക്ക് എത്തുമ്പോ ഇതിന്റെ ആദ്യത്തെ കുടുംബാന്തരീക്ഷത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ എണ്ണി നോക്കിയാട്ടെ. 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ സ്പർശിക്കാൻ പോലും കൊടുക്കാൻ പാടില്ല എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് കുട്ടികൾ അടുത്തിരുന്നു കൊണ്ട് മോണിറ്റർ ചെയ്യണം രക്ഷിതാക്കന്മാരെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്താ ഇപ്പൊ നടക്കുന്നത്? പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനത്തിലേക്ക് മക്കൾക്ക് തൊട്ടടുത്ത വീട്ടിലെ ഇത്ത നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇത്തയോട് അന്ന് വളരെ ലക്ഷർമെന്റ്, വളരെ ഫ്രീഡത്തോടു കൂടി സംസാരിക്കണമെങ്കിൽ നമ്മുടെ ചെറിയ മക്കളുടെ ആ കരച്ചിൽ മാറ്റാൻ, ശല്യം മാറ്റാൻ കൊടുക്കുന്ന സാധനമായി മാറിയില്ലേ? ഇത് കരച്ചിൽ മാറ്റാൻ കൊടുക്കേണ്ട സാധനമല്ല, ഇത് ഉറങ്ങാൻ കൊടുക്കേണ്ട സാധനമല്ല. മാതൃത്വത്തിന്റെ സുന്ദരമായ ലഹരിയാണ് കുട്ടികൾ അറിയേണ്ടത്, അനുഭവിക്കേണ്ടത്. പിതൃത്വത്തിന്റെ സുന്ദരമായ ലഹരിയാണ് കുട്ടികൾ അറിയേണ്ടത്, അനുഭവിക്കേണ്ടത്. മറിച്ച് ജീവനില്ലാത്ത ഇത്തരം വസ്തുക്കളുമായിട്ട് കുട്ടികളുടെ കൂട്ടുകൂട്ടൽ, അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ജീവനുള്ള ഉമ്മയെ വേണ്ടി വരില്ല. ജീവനുള്ള ഉപ്പയോട് സംസാരിക്കാൻ വിഷയമുണ്ടാവുകയില്ല. നിങ്ങൾ പറയുന്ന വാക്കുകൾ വിലയുണ്ടാവില്ല. കാരണം ഇവിടെ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും മെസ്സഞ്ചറിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും യൂട്യൂബിന്റെയും ലോകത്തേക്ക് പോയി അവിടെ സമയങ്ങളിൽ 24 മണിക്കൂറിന്റെ മഹാഭൂരിഭാഗ സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഓരോ ദിവസത്തെ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാതിന്റെ പേരിൽ സ്വന്തം അമ്മയുടെ കഴുത്തിന് കത്തിവെക്കാൻ ഒരു ചെറുപ്പക്കാരന് സാധിക്കണമെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ മകന്റെ തലച്ചോറിനെ ബാധിച്ച രാസലഹരികളെ കുറിച്ച് നമ്മൾ അറിയണം.
മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുത്ത് കളിക്കല്ല മോനെ എന്ന് ഒരു പിതാവ് പറഞ്ഞതിന്റെ പേരിൽ ഈ ജില്ലയിൽ നടന്ന സംഭവമല്ലേ? മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മതി, മൊബൈൽ ഫോൺ അവിടെ എടുത്തു വെക്ക് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉപ്പ നിസ്കരിച്ച് വരുമ്പോൾ പിന്നെ മകനെ കാണാനില്ല, നാട്ടിൽ മൊത്തം പരിധി കാണാനില്ല, രാത്രി 12 മണിയെ കാണാനില്ല. പിന്നെയല്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മകനുണ്ടെന്ന് അറിയുന്നു. പിറ്റേന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി കയറി വന്നതിലെ കണ്ടില്ലേ? എന്താ ഇതിന്റെ അടിസ്ഥാനം മനസ്സിലായോ? നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മാനസിക ആരോഗ്യത്തിന്റെ അപജയം, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. പിതാവ് മാതാവ് എന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ ആ രീതിയിൽ എടുക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു കുട്ടി, നമ്മുടെ മക്കള് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഏത് വസ്തുവുമായിട്ടാണോ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ, ആ വസ്തുവായിട്ടാണ് കുട്ടികൾക്ക് അഭേദ്യമായ ബന്ധം ഉണ്ടാവുക. സ്കൂള് വിട്ട് മദ്രസ വിട്ട് വീട്ടിലെത്തിയ ഒരു കുട്ടി ഉമ്മയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയുമായിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഉമ്മയോട് സംസാരിക്കാൻ ഇഷ്ടം തോന്നും. എന്നാൽ വീട്ടിലെത്തി കഴിഞ്ഞാല് ഉമ്മയോട് സംസാരിക്കണ്ട, ഉമ്മാമ്മയോട് സംസാരിക്കണ്ട, അമ്മയോട് സംസാരിക്കണ്ട, അമ്മമ്മയോട് സംസാരിക്കണ്ട, ഒരു യന്ത്രം മതി എന്ന ചിന്തയിലേക്ക് എത്തുമ്പോ ഓർത്തു വെച്ചോ, നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവും, ലോകത്തിലെ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം, റഷ്യയിലെ 21 വയസ്സുകാരനായ മനഃശാസ്ത്ര വിദ്യാർത്ഥിയുടെ തലയിൽ ഉത്ഭവിച്ച ബ്ലൂ വെയിൽ എന്ന ഗെയിമിലൂടെ ഈ ജില്ലയിലെ പോലും എത്ര കുട്ടികളുടെ ജീവൻ എടുത്തു എന്ന് ഞാൻ പറയണ്ടല്ലോ. കാരണം കൗമാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയുടെ കാലഘട്ടമാണ്. കൗമാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണം കുറയുന്ന കാലഘട്ടമാണ്. കൗമാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തോട് താല്പര്യമുള്ള കാലഘട്ടമാണ്. കൗമാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ മക്കളെ ഒരമ്മ പ്രസവിച്ച് ഒരു ഉമ്മ പ്രസവിച്ച് മുലയൂട്ടുന്ന പ്രായത്തിൽ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ സംരക്ഷിച്ചുവോ അതുപോലെ സംരക്ഷിക്കേണ്ട കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഇതാ കൗമാരമാണ്. ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറക്കാൻ വെമ്പൽ കൊള്ളുന്ന പട്ടങ്ങളെ പോലെയാണ് കൗമാരം. ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് അവർ പറന്നോളൂ. പക്ഷേ ആ പട്ടത്തിന് നൂല് പൊട്ടരുത്. നമ്മുടെ മക്കളാവുന്ന വട്ടം പറന്നോളൂ, സ്വപ്നങ്ങൾ കണ്ടോളൂ, ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നോട്ടെ. പക്ഷെ ആ പട്ടത്തിന്റെ നൂല് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആ പട്ടത്തെ വീട്ടിലെത്തിക്കാൻ സാധിക്കണം. ആകാശത്തിന് അനന്ത വിഹായസിലേക്ക് പറന്നു പോകുന്ന നമ്മുടെ മക്കൾ, അവർ പട്ടങ്ങളാണ്. ആ പട്ടത്തിന്റെ നൂല് നമ്മുടെ കൈകളിൽ തന്നെ വേണം. രക്ഷിതാക്കന്മാരെ, മറ്റുള്ളവരുടെ കൈകളിലേക്ക് പട്ടത്തിന്റെ നൂല് കൊടുത്തു പോയി കഴിഞ്ഞാൽ കിട്ടുകയില്ല മക്കളെ. എത്ര മണിക്കാറ് ഇന്ന് മക്കൾ വീട്ടിലെത്തും? പലപ്പോഴും ഞങ്ങൾ റെയ്ഡ് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് 9 മണിക്കും 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ നൂല് പൊട്ടിയ പട്ടം പോലെ ലൈസൻസ് ഇല്ലാത്ത ബൈക്കുമായി കറങ്ങി നടക്കുന്ന കുട്ടികളെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുത്താറിപ്പടിയെ 6 മണി 6:30 മണിയാകുമ്പോഴേ നമ്മുടെ നാട്ടിൽ കോഴിയൊക്കെ വളർത്തുന്ന വീടുണ്ടെങ്കിൽ ആ കോഴിക്കൂട്ടി കയറിയില്ലെങ്കിൽ ഇതൊന്നൊരു ടെൻഷനായിരിക്കും നമുക്ക്. മഗ്രിബ് ബാങ്ക് കൊടുത്ത് കോഴിക്കൂട്ടി കയറിയില്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി അന്വേഷിക്കാറില്ലേ? എന്റെ എന്റെ വെള്ളക്കോയിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്താ പറയാ? ഇല്ല മോളെ, കണ്ടിട്ടില്ല. അടുത്ത വീട്ടിൽ ചോദിക്കൂലേ, എന്റെ വെള്ളക്കോയി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. 6:30 മണിയായിട്ട് 6:45 കോഴിക്കൂട്ടി കയറിയില്ലെങ്കിൽ ഇതൊന്നൊരു ടെൻഷനാ. മുത്താറി പീടികെ ഈ 6:30 മണിയായി 7 മണിയായിട്ട് 10ാം ക്ലാസ് പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന കൗമാരത്തിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കുട്ടികള് മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടും ഇശാ ബാങ്ക് കൊടുത്തിട്ടും വീട്ടിലെത്തിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാറുണ്ടോ നമ്മള്? എന്റെ മോനെ കണ്ടിരുന്നോ? 8 മണിയായി. എന്റെ മോളെ കണ്ടിരുന്നോ? 7 മണിയായി. അടുത്ത വീട്ടിൽ പോയി ചോദിക്കാറുണ്ടോ? ഇല്ല. മക്കൾ വൈകി ഓടിയെത്തുന്ന തീവണ്ടി പോലെ എത്തേണ്ട സാധനം കോഴിയാണ് ആദ്യം വീട്ടിലെത്തേണ്ടത്. ഇതേ സംസ്കാരം പരിശുദ്ധമായ ഇസ്ലാം അടിവരയിട്ട് കൊണ്ട് പറയുന്നു, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. പരിശുദ്ധമായ ഇസ്ലാം അടിവരയിട്ട് പറയുന്നു, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. ഇന്ന് എത്ര മണിക്കാ മക്കൾ വീട്ടിലെത്തുന്നത്? 12 മണിക്കും 1 മണിക്കും 2 മണിക്കും കയറി വന്ന് ളഹർ ബാങ്കിന് ശേഷം എഴുന്നേൽക്കുന്ന പുത്തൻ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. താരപ്പിയുടെ അടിപിടിയായിട്ട് ഞാൻ പറയുന്നു, ഈ വിഷയം അല്ലെങ്കിൽ ഈ സാഹചര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതി നിരവധി ചെറുപ്പക്കാരുമായി ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോഴും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കിയ ഒരാളെന്ന് ഞാൻ പറയുന്നു. 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് പൂട്ടിയിട്ട കടിയുടെ പിന്നില് ഒഴിഞ്ഞ താവളങ്ങളിൽ ഒത്തുചേർന്നുകൊണ്ട് സൗഹൃദത്തിന്റെ ഈ ഒത്തുചേരലിലൂടെ മോശപ്പെട്ട ചിന്തകളിലേക്ക് പോയി ഏതെങ്കിലും ഒരു രാസലഹരി കഴിച്ചുകൊണ്ടാണ്, നുണഞ്ഞുകൊണ്ടാണ് എന്റെയോ നിങ്ങളുടെ മക്കള് വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ 12 മണിക്ക് വീട്ടിലെത്തിയ മകൾ കോളിംഗ് ബെൽ അടിക്കുമ്പോ
ഉള്ളിലുള്ള ഉമ്മാക്ക് പറയാൻ കഴിയും, എന്റെ മോനാണ് കോളിംഗ് ബെൽ അടിച്ചിരിക്കുന്നത്, എന്റെ മോനാണ് പുറത്തുള്ളത് എന്നൊരു ഉമ്മാക്ക് പറയാൻ സാധിക്കും. അതാണ് മാതൃത്വത്തിന്റെ സുന്ദരമായ ലഹരി. എന്നാൽ വാതിൽ തുറന്നു കൊടുത്തു ഉള്ളിലേക്ക് കിടക്കുന്ന മകന്, ഈ സാരി ധരിച്ചിരിക്കുന്നത് എന്റെ ഉമ്മയാണ്, ഈ പർദ്ദ ധരിച്ചിരിക്കുന്ന എന്റെ ഉമ്മയാണ്, ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്ന എന്റെ മകളാണ്, ഈ മാക്സ് ധരിച്ചിരിക്കുന്ന എന്റെ സഹോദരിയാണ് എന്ന് തിരിച്ചറിവുണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വബോധം വേണം. ഉള്ളിൽ കിടക്കുന്ന മകന് എന്റെ ഉമ്മയാണിത്, എന്റെ മകളാണിത്, എന്റെ സഹോദരിയാണിത്, എന്റെ രക്തം, എന്റെ മകളാണിത് എന്ന് തിരിച്ചറിയണമെങ്കിൽ സ്വബോധം വേണം. ആ സ്വബോധത്തെ തകർത്ത് കളയുന്ന സാധനമാണ് ലഹരി. മകളെ പീഡിപ്പിക്കാൻ ഒരു പിതാവിന് സാധിക്കും? സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കാൻ ഒരു സഹോദരന് സാധിക്കോ? ഇല്ല. അപ്പോ രണ്ടു കാലുള്ള മനുഷ്യനെ രണ്ടു കാലുള്ള മൃഗമാക്കി മാറ്റുന്ന സാധനത്തിന്റെ പേരാണ് ലഹരി. ആ രാസലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകള് ഓരോ ദിവസം വരുന്നു. ഇന്ന് കണ്ട വാർത്തകൾക്ക് മുന്നേ ഒരാഴ്ച മുന്നേ കണ്ട വാർത്ത എന്താണ്? രോഗാവസ്ഥയിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഉമ്മ അവിടെയും തന്റെ മകൻ എന്റെ കൂടെ താമസിക്കട്ടെ എന്ന് കരുതി ഒരു വീട്ടിലേക്ക് ഒരുമിച്ച് താമസിച്ചു. പണത്തിന് വേണ്ടി ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞപ്പോ എടുത്തില്ലേ, അടുക്കളയിൽ പോയി കത്തി കൊണ്ട് ഉമ്മയുടെ കഴുത്തെടുത്ത് മാറ്റിയ പ്രിയപ്പെട്ട മകനെ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത്? എന്നിട്ട് പോലീസ് വണ്ടിയിലേക്ക് ഇട്ട് കൊണ്ടുപോകുമ്പോ കണ്ടില്ലേ നിങ്ങള്? പത്രക്കാര് മൈക്കുമായിട്ട് മുന്നോട്ട് പോയപ്പോ ഫ്ലൈയിങ് കിസ്സാണ് കൊടുക്കുന്നത്. സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയിട്ടും സ്വബോധമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ചെറുപ്പക്കാരനെ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ മാറ്റിക്കളയുന്ന ഇത്തരം രാസലഹരികള് നമ്മുടെ നാട്ടിൽ എത്താതിരിക്കാൻ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. KMC എന്ന് പറയുന്ന സംഘടന അത് തന്നെയാണ് എടുക്കുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ചേർത്ത് പിടിക്കണം. അവർ വഴിപിടിച്ചു പോകേണ്ടവരല്ല, അവർ കുടുംബത്തിന് താങ്ങും തളലുമാവേണ്ടതാണ്. ഈ KMCയുടെ നാളത്തെ അംഗങ്ങളായി ഇതുപോലെ പ്രവർത്തനങ്ങൾ മുഴുകേണ്ടവരാണ്. അത്തരം പ്രവർത്തനത്തിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഓരോ സെക്കൻഡിലും കാണുന്ന വാർത്തകൾ കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവിന് പറയാൻ സാധിക്കുമോ? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട്, ഞാൻ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു രക്ഷിതാവിന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി പറയാൻ സാധിക്കുമോ എന്റെ മകനോ മകളോ ഒരു വിധത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരല്ല എന്ന് പറയാൻ സാധിക്കില്ല എനിക്കും നിങ്ങൾക്കും. അത്തരം ഒരു സാഹചര്യത്തിലൂടെ നാട് കടന്നു പോകുന്നത്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്റെ മകൻ, എന്റെ മകൾ ഒരു വിധത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരൊറ്റ ലഹരി വസ്തുവിലും അകപ്പെട്ടവരല്ല എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ്. രാവിലെ കണ്ട കുട്ടികളല്ല രാത്രിയിലുള്ള കുട്ടിയല്ല, രാവിലെ ഓരോ മണിക്കൂറിലും കുട്ടികളുടെ സ്വഭാവത്തിൽ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് മോണിറ്റർ ചെയ്യണം കുട്ടികളെ. ഈ കുട്ടികളുടെ ഈ സ്വഭാവത്തിന്റെ വ്യതിയാനങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കന്മാരാണ്. അടിവരയായിട്ടുണ്ട് പറയട്ടെ, മുത്താറിപ്പിടികെ 4 മണിക്കാണ് മക്കളുടെ സ്കൂൾ വിടുന്നെങ്കിൽ, നിങ്ങളെ വീട്ടിലേക്ക് 4 മണിക്കാണ് മക്കൾ എത്തുന്നുണ്ടെങ്കിൽ 4:40 മക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് ലേറ്റ് ആയതല്ലേ എന്ന് കരുതി മാറി നിൽക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന രക്ഷിതാവാകണം, മോണിറ്ററിംഗ് ചെയ്യുന്ന രക്ഷിതാവാകണം. ആ ചോദ്യങ്ങളിൽ സ്നേഹം വേണം, കരുതൽ വേണം, പരിഗണന വേണം, ലാളന വേണം, ചേർത്തുവെക്കൽ വേണം. 4 മണിക്ക് വിട്ട് സ്കൂൾ വിട്ട മോനാവട്ടെ 4:30 മണിക്കാണ് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ 4:40 ആയിട്ടുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് ലേറ്റ് ആയതിനെ കുറിച്ച് മോണിറ്റർ ചെയ്യുന്ന രക്ഷിതാവാകണം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന രക്ഷിതാവാകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. 10 മിനിറ്റ് ലേറ്റ് ആയിട്ടല്ലേ ഉള്ളൂ, എന്തിനാ ചോദിക്കുന്നത് മാറി നിൽക്കരുത്. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തില്, അല്ലെങ്കിൽ എന്റെ നിങ്ങളുടെ മക്കള് 25 വയസ്സ് പൂർത്തീകരിക്കുന്നവർ കൂടി മാത്രമേ തലച്ചോറിന്റെ വളർച്ച പൂർത്തീകരിക്കുന്നുള്ളൂ. ആ 25 വയസ്സ് വരെ മക്കളുടെ പിന്നാലെ സസൂക്ഷ്മം നിരീക്ഷിച്ച് പിന്നാലെ സഞ്ചരിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ എനിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മക്കളെ കാണാൻ 4 ചുമരിന്റെ ഉള്ളിലേക്ക്, സെൻട്രൽ ജയിലിന്റെ ഉള്ളിലേക്ക് അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ ഉപയോഗിച്ചുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ കാവല് കിടക്കുന്ന കൂട്ടത്തിൽ മുത്താറിപ്പിടിയെ നമ്മളില്ലാതിരിക്കണമെങ്കിൽ, മാനസികാരോഗ്യ ആശുപത്രിയിലെ കുട്ടികൾക്ക് കൂട്ടിരിക്കുന്ന കൂട്ടത്തിൽ, ഇത്തരം അപകടത്തിൽപ്പെട്ട് കൂട്ടിരിക്കുന്ന കൂട്ടത്തിൽ, അവിടെ കാവലിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതിന്റെ ഗൗരവം കൃത്യമായി ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവമാധ്യമങ്ങൾ. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനത്തെ അടിവരയിട്ടുകൊണ്ട് ഈ വിഷയത്തിന്റെ ആമുഖം എന്ന രീതിയിൽ ഞാൻ പറയുന്നു, മൊബൈൽ ഫോൺ നിസ്സാരക്കാരനായിട്ട് നിങ്ങൾ കരുതേണ്ട. ഈ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പോലും
കുട്ടിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു, ഉറങ്ങാൻ വേണ്ടി കുട്ടിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു. യഥാർത്ഥത്തില് ഉമ്മയുടെ നെഞ്ചിൽ മാറിൽ ചേർന്ന് പിടിച്ച് കുഞ്ഞുകാലത്ത് ഉറങ്ങിയ കഥകളും മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് ചാർന്ന കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് മക്കൾക്ക് ഉറങ്ങണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം, അല്ലെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ ഇത്ര മണിക്കൂർ മൊബൈൽ ഫോൺ തരണം, മദ്രസയിൽ പോകണമെങ്കിൽ ഇത്ര മണിക്കൂർ എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ തരണം. ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികളെ മാറാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറയട്ടെ മുത്താറിപ്പിക്കുക, ഇന്ന് 81.4 കിലോ ആണ് എന്റെ വെയിറ്റ്. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നോക്കിയിട്ടുണ്ട്. എന്തിനാ ഞാനോട് പറഞ്ഞറിയോ? ഈ 81.4 കിലോ വിത്ത് ബൂട്ട് ഷർട്ട് അടക്കമുള്ള എന്റെ വെയിറ്റ് എന്താണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? എന്റെ ഉമ്മ എനിക്ക് തന്ന ഭക്ഷണം കഴിപ്പിച്ച കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി ഉരുള 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 ഉരുളയായിട്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചുണ്ടിലേക്ക് വെച്ച് തരുമ്പോ വേണ്ട 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 എന്ന് പറയുമ്പോഴും പട്ടാപ്പകല് പച്ചക്കള്ളം പറഞ്ഞ് ഭക്ഷണം കഴിപ്പിച്ച പ്രിയപ്പെട്ട മാതാവിന്റെ സ്നേഹസുന്ദര നിമിഷങ്ങൾ 6 മാസം മുന്നേ മാതാവ് മരണപ്പെട്ടു പോയെങ്കിലും ഇപ്പോഴും ഉമ്മയുടെ സ്നേഹത്തിന്റെ സുന്ദര നിമിഷങ്ങൾ എന്റെ മനസ്സിന്റെ കാതമായ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ആ നിമിഷങ്ങൾ ഇപ്പോഴും എനിക്ക് ലൈവായിട്ട് കാണാൻ കഴിയും. ചെറിയ പ്രായത്തില് എന്നെയും നിങ്ങളെയും ആലോചിച്ച് നോക്ക്, എങ്ങനെയും ഉമ്മ ഭക്ഷണം നമ്മുടെ ഉമ്മ പാത്രത്തിൽ ഭക്ഷണം വിളമ്പിയിട്ട് ഉരുള ഉരുളിയാക്കിയിട്ട് വായിൽ വെച്ച് വരുമ്പോ വേണ്ട 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 എന്ന് 1000 തവണ പറയുമ്പോഴും കഴിക്കാതെ ഉമ്മാക്ക് ക്ഷമയില്ല, കഴിക്കാതെ ഉമ്മാക്ക് ഉറങ്ങാൻ സാധിക്കില്ല. പട്ടാപ്പകൽ ഉമ്മ പറഞ്ഞ ആ ഗുഡ് ഫെയ്ത്തിന് വേണ്ടി പറഞ്ഞ പച്ചക്കള്ളം എനിക്ക് ഓർമ്മയുണ്ട്. പട്ടാപ്പകൽ ഗുഡ് ഫെയ്ത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ പച്ചക്കള്ളം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അമ്പിളി അമ്മ വന്നിട്ടാ മോനെ, എവിടെയാണ് പട്ടാപ്പകൽ അമ്പിളി അമ്മാവനുണ്ടാവുക? ഉണ്ടാവില്ല. നമ്മൾ മേലോട്ടേക്ക് നോക്കും, ആ മേലോട്ടേക്ക് നോക്കുമ്പോൾ ഉരുളി എടുത്ത് വായന്റെ ഉള്ളിലേക്ക് വെച്ച് വന്നു. ആരുടെ വയറാൻ നിറഞ്ഞത്? ഉമ്മയുടെ വയറാൻ നിറഞ്ഞത്. 2 കാക്ക വന്നിട്ടാ മോനെ അങ്ങോട്ടേക്ക് നോക്കി വായിൽ വെച്ച് വന്നു. ആരുടെ വയറാൻ നിറഞ്ഞത്? ഉമ്മയുടെ വയറാൻ നിറഞ്ഞത്. 2 മൈന വന്നിട്ടാ. ഇങ്ങനെ കഴിപ്പിച്ച തടിയല്ലേ മുതിർന്നവരെ, എന്റെയും നിങ്ങളുടെ തടി. ഇനി ഞാൻ പറയുന്ന ഭാഗം മുത്താറി പിടിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങളുമായിട്ട്. വേറൊരു സ്ഥലത്തെ കഥയാണ് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഇപ്പോ ന്യൂജൻ ഉമ്മമാർ, അമ്മമാർ രക്ഷിതാക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, രക്ഷിതാക്കന്മാർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? കുട്ടികളെ പെട്ടെന്ന് തന്നെ തൂക്കല് കെട്ടി കോഴിയെ പോലെ ആക്കണല്ലോ. അതിലൂടെ ഭക്ഷണം കൊടുക്കുമ്പോ അതാ വാട്സപ്പ് തുറന്നു, യൂട്യൂബ് തുറന്നു, ഫേസ്ബുക്ക് തുറന്നു, പാട്ട് വെച്ച് നൃത്തച്ചുവടുകൾ വെച്ച് കാണിച്ചു കൊടുക്കും. മോനെ നോക്ക്, മോളെ നോക്ക്. ഇങ്ങനെ കുട്ടികള് ഈ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് ഉരുട്ടി 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 അണ്ണാക്കിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്താറി പീടികയെ മാതൃത്വത്തിന്റെ സുന്ദരമായ ലഹരി കുട്ടി നുണയുന്നില്ല. ഭക്ഷണം തരുന്ന ഉമ്മയുടെ കണ്ണുകളിലെ വെളിച്ചം കുട്ടി അറിയുന്നില്ല. കൈപുണ്യത്തിന്റെ സുന്ദരമായ സ്വാദ് കുട്ടി അറിയുന്നില്ല. എല്ലാം അനുഭവിച്ച തടിയല്ലേ എന്റെ നിങ്ങളെ തടി. കുട്ടി ഉമ്മയുടെ മുഖത്തേക്കല്ല നോക്കുന്നത്, ഉമ്മയുടെ കണ്ണിലേക്കല്ല നോക്കുന്നത്, ഉമ്മയുടെ വാത്സല്യത്തിലേക്കല്ല നോക്കുന്നത്. യാന്ത്രികമായിട്ട് ഈ യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്നു. ആ യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ യന്ത്രം പെട്ടെന്ന് സ്റ്റക്കായാൽ, എന്ന് പറഞ്ഞാൽ നെറ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ തൊണ്ടയിലാണ് കുട്ടികളുടെ ഭക്ഷണം ഉണ്ടെങ്കിൽ ഇറക്കൂല കുട്ടികൾ. ഇങ്ങനെ തുറന്നു പിടിക്കും. നിങ്ങൾ ഓടി നെറ്റ് റീചാർജ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മക്കള് ഭക്ഷണം ഇറക്കും. അശാസ്ത്രീയമായ ഭക്ഷണ രീതി, പരിശുദ്ധമായ ഇസ്ലാം ഒരു കുട്ടി ജനിച്ച് മരിക്കുന്നത് വരെ ഓരോ സെക്കൻഡ്, ഓരോ നിമിഷങ്ങളും എന്തൊക്കെ എങ്ങനെയെന്ന് കൃത്യമായി അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണ രീതിയിൽ പോലും കടന്നു വരികയാണ് വില്ലൻ. ലഹരി ഒരു സുപ്രഭാതത്തിൽ മക്കളുടെ ഉള്ളിലേക്ക് വരുന്നതല്ല. നമ്മുടെ അന്തരീക്ഷം നമ്മൾ നോക്കണം. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയ ഭാര്യ തൊട്ടടുത്ത റൂമിലുള്ള ഭർത്താവിനോട് ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഇക്ക എടുക്കട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം അടുക്കളയിൽ നിന്ന് വാട്സപ്പിൽ അടുത്ത റൂമിലേക്ക് മെസ്സേജാ, ഭക്ഷണം റെഡി ആയിട്ട് ഇങ്ങക്ക് എടുക്കട്ടെ അടുത്ത റൂമിലേക്ക്. അടുത്ത റൂമെന്ന് ഇക്ക നോക്കിയിട്ട് പറയും എനിക്കിപ്പോ വേണ്ട, നീ ചെക്കനോട് ചോദിക്കും. ചെക്കൻ പറയും ഉമ്മ നിങ്ങൾ കഴിച്ചു, എനിക്കിപ്പോ വേണ്ട. ഒരു വീട്ടിലെ 3 റൂമിലുള്ളവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, ഒരുമിച്ച് കാണുന്നില്ല, ഒരുമിച്ച് സംസാരിക്കുന്നില്ല. എല്ലാവരും ഈ പറയുന്ന മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച സാധനത്തിന്റെ ഉള്ളിലേക്ക് പോയി. ലഹരിയുടെ അധ്യായത്തില് നവമാധ്യമങ്ങൾ കുട്ടികളെ ചെലുത്തുന്ന സ്വാധീനങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട മുത്താറി പീടികയെ അടിവരയിട്ടുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് ഈ വിഷയം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ ഓരോ സെക്കൻഡിലെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഇന്നല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ദുനിയാവിലുള്ള നമ്മുടെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.
മക്കളെ ചേർത്ത് പിടിക്കാൻ കേണം. 4:30 മണിക്ക് എത്തുന്ന മക്കള്, ഞാൻ നിർത്തിയത് അവിടെയാണ്, 4:40 മോണിറ്റർ ചെയ്യുന്ന രക്ഷിതാവാകണം. 4:30 മണിക്ക് എത്തുന്ന മക്കള് 4:15 എത്തിയിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് നേരത്തെയല്ലേ, എന്തിനാണ് ചോദിക്കുന്നത് എന്ന് കരുതി ചോദിക്കാതിരിക്കരുത്. ചോദിക്കുന്ന രക്ഷിതാവാകണം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന രക്ഷിതാവാകണം, ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മക്കളെയാണ് നമുക്ക് വേണ്ടത്. ഈ നാടിന്റെ നാളത്തെ ചാലക ശക്തികളാണ് മക്കള്. ഈ മണ്ണിന്റെ മണം അറിയണം കുട്ടികള്, ഈ പ്രകൃതിയുടെ പച്ചപ്പ് കാണണം കുട്ടികള്, അയൽവക്കത്ത് ആരൊക്കെ ഉണ്ട് എന്ന് അറിയണം. കുട്ടികളുടെ ഉപ്പാന്റെ പേര് ചോദിച്ചാൽ മാത്രമല്ല, ഉപ്പാപ്പന്റെയും ഉമ്മാമാന്റെയും പേര് ചോദിച്ചാൽ പറയാൻ പറ്റണം കുട്ടികൾക്ക്. ഇന്ന് നവമാധ്യമങ്ങൾ കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ട് ഇതിലപ്പുറത്തേക്ക് കുട്ടികൾക്ക് ചിന്തയില്ലാത്ത ലോകത്തേക്ക് എത്തിയിരിക്കുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നാൽ ഡ്രസ്സ് പോലും മാറ്റാതെ ചെരിപ്പഴിച്ചു വെച്ച് ഈ സാധനവും പിടിച്ച് തൂക്കല് കെട്ടിയ കോഴിയെ പോലെ ഇങ്ങനെ റൂമിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാവരുത്. പരിശുദ്ധമായ റംദാൻ വരുന്നതിന് മുന്നോടിയായിട്ട് പറയട്ടെ, ഈ സാധനത്തിന് പകരം നെറ്റും നിറച്ചുകൊണ്ട് ഈ ചെറിയ പ്രായത്തിലെ മക്കളുടെ കൈകളിലേക്ക് ഇത് കൊടുക്കുമ്പോ അതിന്റെ ദുരുപയോഗത്തിലൂടെ മക്കൾ മറ്റൊരു ലോകത്തേക്ക് എത്തുന്നതിന് പകരം പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ അടങ്ങിയ 20 പുസ്തകങ്ങൾ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കും, അവർ വായിക്കട്ടെ. പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ അടങ്ങിയ 20 പുസ്തകങ്ങൾ കുട്ടികൾ വായിക്കട്ടെ, കഥകൾ വായിക്കട്ടെ, ചരിത്രം കുട്ടികൾ വായിക്കട്ടെ. സുന്ദരമായ അത്തരം ലഹരിയുടെ ചിന്തകളിലേക്ക് കുട്ടികൾ എത്തട്ടെ. പകരം ഇത്തരം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അടുക്കളയിൽ ഇരിക്കുന്ന ഒരു കത്തി, 2 വയസ്സുള്ള ഒരു കുട്ടി, നിങ്ങളുടെ എന്റെയും വീട്ടിലുള്ള 2 വയസ്സുള്ള 1.5 വയസ്സുള്ള ഒരു കുട്ടി അടുക്കളയിൽ ഇരിക്കുന്ന ഒരു കത്തിക്ക് വേണ്ടി കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ കൊടുക്കുവോ? മുത്താറിപ്പിടിയെ കൊടുക്കില്ല. കത്തി എങ്ങനെയാ കൊടുക്കുക? കത്തി കൊണ്ട് കൈമുറിയില്ലേ, രക്തം വരില്ലേ, അപകടമല്ലേ എന്ന് കരുതി ഞാനും നിങ്ങൾ കത്തി കൊടുക്കില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, 2 വയസ്സുള്ള 1.5 വയസ്സുള്ള ഒരു കുട്ടി അടുക്കളയിൽ ഇരിക്കുന്ന കത്തിക്ക് വേണ്ടി കരഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ കൊടുത്തില്ല. എന്നാൽ ഇതേ 2 വയസ്സുകാരൻ, ഇതേ 1.5 വയസ്സുകാരി ഈ മൊബൈൽ ഫോണിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് എടുത്തു കൊടുത്ത് പ്രശ്നം തീർക്കും. ഏതിനാണ് മുത്താറിപ്പിടി യഥാർത്ഥത്തിൽ മൂർച്ച കൂടുതൽ? കത്തിക്കാണോ ഈ പറയുന്ന നവമാധ്യമത്തിനാണോ? കത്തി കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവുണക്കാൻ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയ മക്കളുടെ കയ്യിൽ ഇത്തരം സാധനങ്ങൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ മറ്റൊരു ലോകത്തേക്ക് മക്കൾ എത്തിക്കഴിഞ്ഞാൽ ആ മക്കളുടെ മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞാൽ ആ മുറിവുണക്കുന്ന മരുന്ന് ലോകത്തിൽ ഒരു കമ്പനിയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മക്കളുടെ മനസ്സിന് മുറിവേറ്റാൽ ആ മുറിവുണക്കുന്ന മരുന്ന് ലോകത്തിലെ ഒരു കമ്പനി കണ്ടുപിടിച്ചിട്ടില്ല. കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണ് നവമാധ്യമങ്ങൾ. ചെറിയ പ്രായത്തിലെ മക്കളെ അതിന്റെ അടിമകളാക്കി മാറ്റാതിരിക്കാൻ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. മദ്രസ വിട്ടു വരുന്ന കുട്ടികളെ, സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ ചേർത്തിരുത്തി സംസാരിക്കാൻ ഞാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ചെറിയ മക്കൾ ഓടി വരുന്ന കാഴ്ച കാണാറില്ല മുത്താറിപ്പൊടി? എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ചെറിയ മോളൊക്കെ നേഴ്സറി പഠിക്കുന്ന സമയത്ത് നേഴ്സറി വിട്ട് വരുമ്പോ വീട്ടിലേക്ക് എത്താനെന്ന സമയത്ത് ഒരു റോക്കറ്റ് വിട്ട് വരികയെന്താ ഉപ്പയോട്, ഞാനാണ് വീട്ടിലുണ്ടെങ്കിൽ എന്റെ ഉപ്പയോട് എനിക്ക് ഉസ്താദ് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ, എന്റെ അധ്യാപകൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം എന്റെ ഉപ്പയോട് പറയണം, ഉമ്മയോട് പറയണം എന്ന് കരുതി വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി ഓടി വരുന്ന നമ്മുടെ മക്കളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, പല രക്ഷിതാക്കന്മാരും എന്താ ചെയ്യാം? സ്വയം വിമർശനാത്മകമായി ഞാൻ ഉൾപ്പെടെയാ പറയുന്നത്. നമ്മളെന്താ ചെയ്യാം? ഓടി ഉസ്താദ് പഠിപ്പിച്ച മദ്രസയിലെ പാഠഭാഗങ്ങൾ, സ്കൂളിൽ അധ്യാപകൻ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ എന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറയണമെന്ന വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി ഓടി വരുന്ന മക്കള് ആ വീട്ടിന്റെ ഗ്രിൽസത്തിന്റെ തുറക്കുമ്പോ തന്നെ പറയും, ഉമ്മയായാലും ഉപ്പയായാലും പറയും, ചെരുപ്പാട് കഴിച്ചു വെച്ചോ, ബേഗാട് വെച്ചോ, ചായാട് എടുത്തു വെച്ചിട്ടുണ്ട്, വേഗം പോയി ട്യൂഷന് പോയി പഠിച്ചോ. ഇനി കുട്ടികൾ ആരോടാ സംസാരിക്കേണ്ടത്? ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ഇത്തരം വികാരങ്ങൾ ഷെയർ ചെയ്യാൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, എനിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ലെങ്കിൽ ഈ കുട്ടി പിന്നീട് ആരോട് സംസാരിക്കും? എന്റെ വാക്കുകൾ, എന്റെ സന്തോഷങ്ങള്, എന്റെ ദുഃഖങ്ങള്, എന്റെ പരാതികള് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും കേൾക്കുന്നില്ല എന്ന തോന്നൽ ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വിത്ത് പാകി കഴിഞ്ഞാൽ ആ കുട്ടി പിന്നീട് ഒന്നും നമ്മളോട് ഷെയർ ചെയ്യില്ല. ആരോട് ഷെയർ ചെയ്യും? ഇതെല്ലാം കേൾക്കാൻ താല്പര്യമില്ല, ഇതെല്ലാം പരിഹരിക്കാൻ ആളുണ്ട്, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കൃത്രിമമായി മക്കളെ പരിഗണന കൊടുക്കുന്ന, കൃത്രിമമായി സ്നേഹം നൽകുന്ന, കൃത്രിമമായി ചേർത്ത് പിടിക്കാൻ ഈ സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ ആളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾ കൊടുക്കേണ്ട പരിഗണന, ഞാൻ നിങ്ങൾ കൊടുക്കേണ്ട കരുതൽ, ഞാൻ നിങ്ങൾ കൊടുക്കേണ്ട ചേർത്ത് പിടിക്കൽ, അത് സമം ഞാൻ നിങ്ങളെ ചേർത്ത് പിടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ കൊടുത്താൻ ഇഷ്ടം പോലെ റോട്ടിലുണ്ട്.
ആ കൃത്രിമമായ പരിഗണനയിലേക്ക്, ആ കൃത്രിമമായ സ്നേഹത്തിലേക്ക്, ആ കൃത്യമായ ചേർത്ത് പിടിക്കലേക്ക് കുട്ടികൾ പോയാൽ എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ മറ്റൊരാളെ കിട്ടി. അപകടകരമായ പരിഗണനയും സ്നേഹവും നൽകി കുട്ടികളെ ലഹരിയുടെ കണ്ണികളാക്കി കരിയർമാരാക്കി എത്രയെത്ര കേസുകളാണ് ഓരോ ദിവസം വരുന്നത്. കൊടുക്കേണ്ടതെല്ലാം ഞാൻ നിങ്ങളും വീട്ടിൽ നിന്ന് കൊടുക്കണം. ചേർത്ത് പിടിക്കേണ്ടത് ചേർത്ത് പിടിക്കണം. കുട്ടികളെ കേൾക്കണം. അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ രക്ഷിതാവെന്ന രീതിയിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കണം. ഒരു മൂന്നാമത്തെ വ്യക്തിയിലേക്ക് അഭയം തേടി പോകുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റരുത്. അത്തരം ചിന്താഗതിയിലേക്ക് എത്തുമ്പോഴാണ് ലഹരിയുടെ അതിപ്രസരം പല രൂപത്തിലും മക്കളുടെ ഉള്ളിലേക്ക് വരുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പല രക്ഷിതാക്കന്മാർക്ക് അഭിമാനം. ബന്ധുക്കളൊക്കെ വീട്ടിൽ വരുമ്പോ സൽക്കാരൊക്കെ നടത്തിയിട്ട് പറയും, എന്റെ മോന അല്ലെങ്കിൽ എന്റെ മോള ഇത്ര വയസ്സായി, 3 വയസ്സ്, എന്നിട്ടോ സ്വന്തമായി സെൽഫി എടുക്കും. അഭിമാനം. സ്വന്തമായി അക്കൗണ്ട്, ഫേസ്ബുക്കിൽ അക്കൗണ്ട്, എന്റെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്റെ 3 വയസ്സുള്ള മോന. അഭിമാനത്തോട് പറയും. പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, മൂലക്കിട്ടമ്മ കാലിനെടുത്തിടുക എന്ന് പറയുന്ന പോലെ ഏത് മക്കൾ ഈ 3 വയസ്സിലും 5 വയസ്സിലും 8 വയസ്സിലും ഉൾപ്പെടെയുള്ള പ്രായങ്ങളിൽ നിങ്ങളുടെ ചൂടാണ് അനുഭവിക്കുന്നത്. നിങ്ങളോട് ചേർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് അനുഭവിക്കേണ്ടത്. അതാണ് യന്ത്രത്തിന് വിട്ടുകൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് മക്കൾ രക്ഷിതാക്കന്മാരോട് സംസാരിക്കാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ പുറത്താളുണ്ട്. മാത്രമല്ല, രക്തോട്ടമില്ലാത്ത, മാംസമില്ലാത്ത ഒരു യന്ത്രം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഉമ്മയടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഉപ്പയടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല, എനിക്ക് ഇത് മാത്രം മതി എന്ന് പറയുന്ന രീതിയിലേക്ക് മക്കൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നടന്നുപോയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല പല വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കണമെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഈ അപകടം വരുന്നതിന് മുന്നേ ഈ നാട് ഒരുമിക്കണം, ഈ നാട് ഒത്തുചേർന്നണം. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ലിംഗമില്ല, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. ഒരു മാലയിലെ മുത്തുകളെ പോലെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് ഐതിഹാസികമായ പോരാട്ടം. അത്തരം ഒരു ലഹരിക്കെതിരെ മതിൽ കെട്ടുമ്പോ ആ മതിലിന്റെ ഉറച്ച കല്ലുകളായി മുത്താറി പീടികയിലെ ഓരോ കുടുംബത്തിലെയും എന്റെയും നിങ്ങളുടെയും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരിക്കണം ആ മതിലിന്റെ ഉറച്ച കല്ലുകളായിട്ട് മാറേണ്ടത്. നമ്മുടെ മക്കളെ എടുത്തു കൊണ്ടുപോകാൻ സൊസൈറ്റിയിൽ നിന്ന് ഇഷ്ടം പോലെ ആളുണ്ട്. നമ്മൾ കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ലെങ്കിൽ കൊടുക്കാൻ, കൃത്രിമമായിട്ട് കൊടുക്കാൻ, അവർക്ക് എന്തും നൽകാൻ, അവർ വഴിതെറ്റിക്കാൻ. അപ്പോ ആ സാഹചര്യം മനസ്സിലാക്കി ഓരോ രക്ഷിതാക്കന്മാരും സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മക്കളൊന്ന് പനിച്ച് കിടന്നുപോയി കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്റെ നിങ്ങളുടെ സന്തോഷം. മക്കളുടെ കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നിങ്ങൾ അറിയോ, വൈകുന്നേരം എന്തെങ്കിലും ഈ കണ്ണൂര് തളിപ്പറമ്പ് ഭാഗത്തേക്ക് നിങ്ങൾ പോകുമ്പോ സെൻട്രൽ ജയിൽ കാണാൻ നിങ്ങൾക്ക്. ഈ സെൻട്രൽ ജയിൽ കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് പുതിയതിരുവാകുമ്പോ വലത് ഭാഗത്താണ് കാണാമെങ്കിൽ ഈ സെൻട്രൽ ജയിൽ തൊട്ടപ്പുറം ജില്ലാ ജയിലും സ്പെഷ്യൽ ജയിലൊക്കെ അവിടെ കാണാമെങ്കിൽ ആ ജയിലിന്റെ മുന്നിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഒരു ക്യൂ കാണാം. ആ ക്യൂ എന്തിന്റെ ക്യൂ ആണെന്നറിയോ? നിങ്ങള് ജയിലിലെ ചപ്പാത്തി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ അല്ല. ആ ക്യൂ ഏതിന്റെ ക്യൂ? ജയിലിലെ ബിരിയാണി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ അല്ല. പ്രിയപ്പെട്ട മുത്താറി പീടിയെ ഏതിന്റെ ക്യൂ ആണെന്നറിയോ? ഉള്ളിൽ കിടക്കുന്ന മകനെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന മകളെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന സഹോദരിയെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന സഹോദരനെ കാണാൻ. ആ ജയിലിലെ വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ മുത്താറി രക്ഷിതാക്കന്മാരും ഇല്ലാതിരിക്കണമെങ്കിൽ, ആ ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ഈ നാട്ടിലെ ഒരൊറ്റ രക്ഷിതാക്കന്മാരും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ വിഷയം ഇന്ന് QMC ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി QMC ഏറ്റെടുത്ത ഈ വിഷയത്തെ നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രാമസഭയും വാർഡ് സഭയിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന പോലെ അതുപോലുള്ള ഗ്രാമസഭയും വാർഡ് സഭയും നിങ്ങൾ വീട്ടിൽ നടത്തണം. ഞാൻ പറയാറുണ്ട്, വീട്ടില് നമ്മൾ നടത്തണം ഗ്രാമസഭ. വീട്ടില് ആ വീട്ടിൽ നടത്തുന്ന ഗ്രാമസഭയുടെ സ്വാഗതം ഉമ്മ പറഞ്ഞോട്ടെ, അധ്യക്ഷൻ ഉപ്പയായിക്കോട്ടെ, മക്കളെ കേൾക്കട്ടെ. ഇതിന്റെ വിഷയം ആ ഗ്രാമസഭ നമ്മുടെ വീട്ടിൽ നടത്തിയിരിക്കണം. ഇന്ന് ഓരോ സെക്കൻഡിലും ഒരൊറ്റ രക്ഷിതാവക്കിനും കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും പൈശാചികമായി ഒരു മനുഷ്യനാവാൻ സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. രണ്ടു കാലുള്ള മനുഷ്യനെ രണ്ടു കാലുള്ള മൃഗമാക്കി മാറ്റുന്ന ദയനീയമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന രാസലഹരികൾ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ
ചെറുപ്പക്കാരികളിൽ അവിടെ ആണെന്നോ പെട്ടെന്നോ വ്യത്യാസമില്ല. ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികളെ മാത്രം ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ ഇന്ന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. പിടിക്കപ്പെടുന്ന കേസുകളിലെല്ലാം ആണും പെണ്ണുമുണ്ട്. ചുറുചുറുക്കുള്ള കുട്ടികളാണ്. 22ന്റെയും 23ന്റെയും വയസ്സിൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും ഈയാം പാറ്റകളെ പോലെ ലഹരിയുടെ മഹാകയങ്ങളിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെ നാട് സഞ്ചരിക്കുമ്പോൾ മുത്താറി പിടികെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, ദയനീയമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഇന്നത്തെ 5 അല്ലെങ്കിൽ 6ാമത്തെ ഉമ്മ സീരിയസ് ആയി കിടക്കുന്നത് ഞാൻ രാവിലെ ആ വാർത്ത ശ്രദ്ധിച്ചു. ആ ചെറുപ്പക്കാരന്റെ മുഖം, സുഗമകനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ, അവന്റെ സുഹൃത്ത് പറയുന്നു ഒന്നിച്ച് കളിച്ചതാ ഞങ്ങളോട്, എന്നും ചിരിക്കുന്നവരാണ് നമ്മളോട്. പിന്നെ എങ്ങനെ ഈ കോലത്തിലേക്ക് എത്തിയെന്ന് അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് ലഹരി. ലഹരി തൊട്ടാൽ പെട്ടാൽ ജീവിതം കൊണ്ടുപോയി. പെട്ടാൽ ജീവിതം കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അറ്റൻഡൻസ് എടുക്കണം മുത്താറിപ്പിടിയെ വീട്ടിൽ. മദ്രസയിൽ ഉസ്താദ് വിളിക്കുന്ന അറ്റൻഡൻസ് മാത്രം പോരാ, സ്കൂളിൽ അധ്യാപകർ വിളിക്കുന്ന അറ്റൻഡൻസ് മാത്രം പോരാ. അതൊക്കെ രാവിലെ അറ്റൻഡൻസ് എടുത്തോട്ടെ. പക്ഷേ മഗ്‌രിബ് ബാങ്കിന് ശേഷം വീട്ടിൽ നിങ്ങൾ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങിയിട്ട് ആ വീട്ടിലെ മക്കളെയും മരുമക്കളെയൊക്കെ പേരിങ്ങനെ എഴുതിയിട്ട് മഗ്‌രിബ് ബാങ്കിന് ശേഷം വീട്ടിൽ നിന്ന് വിളിക്കണം, അറ്റൻഡൻസ് വിളിക്കണം. ഷമീർ, റസാഖ്, റസീന എന്നൊക്കെ വിളിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഹാജർ എന്ന് പറയാൻ എന്റെ നിങ്ങളുടെയും മക്കള് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ? ഈ 7 മണിക്കും 8 മണിക്കും എന്നൊക്കെ നോക്കണം. നൂല് പൊട്ടിയ പട്ടം പോലെയാണ് കുട്ടികള്. ആ പട്ടത്തിന്റെ നൂല് പൊട്ടാതിരിക്കാനാണ് ഇത്തരം ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കിട്ടുകയില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, പല രക്ഷിതാക്കന്മാരുടെ ഞാൻ ഉൾപ്പെടെ പ്രശ്നമാണ്. നിന്റെ മോനെ പാനൂർ ടൗണിൽ രാത്രി 11 മണിക്ക് കണ്ടല്ലോ എന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു ഇക്ക നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. എന്റെ നിങ്ങളെയും മക്കൾക്ക് കുറ്റം പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെന്താ പറയാ, ഒരു സാധനത്തിന് വേണ്ടി ഞാൻ അയച്ചതാ, കൗണ്ടർ ചെയ്യും. മറ്റുള്ളവർ നമ്മുടെ മക്കളെ കുറിച്ച് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികളായിട്ട് ഞങ്ങൾ മാറുമ്പോ ഓർത്തു വെച്ചോ, വലിയ ദുരന്തങ്ങളാണ്. ഞാനും നിങ്ങളും മക്കളെ സ്നേഹിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. പക്ഷേ മക്കള് ആ സ്നേഹത്തെ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള മോണിറ്റർ ചെയ്യാനുള്ള കഴിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതില്ലെങ്കിൽ മക്കൾ നമ്മളെ ചതിച്ചു കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്തുകൊണ്ടാണ് രാത്രിയും 8, 10, 12 മണിക്കൊക്കെ വീട്ടിലെത്തുമ്പോ വാതിൽ തുറന്നു കൊടുക്കുന്ന രക്ഷിതാക്കന്മാരെയും മാറരുത്, മോണിറ്റർ ചെയ്യണം. ഈ പൂട്ടിയിട്ട കടയുടെ പിന്നിലോ ഒഴിഞ്ഞ താവളങ്ങളിലോ ഗ്രൗണ്ടുകളിലോ സങ്കേതങ്ങളിലോ ഒത്തുചേർന്ന 5 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു സുഹൃത്തിന് തോന്നിയ ചിന്ത മതി. പരിശുദ്ധമായ 1 ലിറ്റർ 1 ഗ്ലാസ് പാലിൽ ആ പാലിൽ 1 തരി ഉപ്പ് വീണാൽ പാൽ അശുദ്ധമായി. നമ്മുടെ 6 മക്കളുണ്ടെങ്കിൽ ആ ഒരു മകന് തോന്നിയാ മതി ഈ ചിന്ത. ആ ചിന്ത 6ലേക്ക് പകരും. പാൽ അശുദ്ധമാകുന്ന പോലെ അശുദ്ധമാവും. മുത്താറി പീടിക എന്ന് പറയുന്ന അതിസുന്ദരമായി ഈ മൂല്യബോധമുള്ള ഈ മണ്ണില് ഒരു ലഹരി കടത്തുകാരൻ എത്തിക്കഴിഞ്ഞാൽ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ലഹരി വിപണനം നടത്തുന്ന ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഈ മണ്ണും അശുദ്ധമാവും. ഈ മണ്ണിനെ അശുദ്ധമാക്കാതിരിക്കാനുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് എല്ലാ കുടുംബങ്ങളും സടകുടഞ്ഞ് എഴുന്നേൽക്കണം. എന്റെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്ന രക്ഷിതാവ് അറിയണം. പോലീസിന്റെയും എക്സൈസിന്റെ ഒക്കെ പ്രവർത്തനം ഏറ്റവും നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കണം. മക്കളോട് ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടുന്ന രക്ഷിതാക്കന്മാർ മാറരുത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടുന്ന രക്ഷിതാക്കളെ മാറരുത്. ഉത്തരം പറയുന്ന മക്കളായിട്ട് മക്കളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ കിട്ടുകയില്ല നമ്മുടെ മക്കളെ. ആ സാഹചര്യം ഓരോ സെക്കൻഡിലും പുതിയ പുതിയ വാർത്തകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മക്കൾക്ക് ശ്രോതാക്കളാവാൻ സാധിക്കുന്നില്ല? ഒരു റീൽസ് എടുത്തു കഴിഞ്ഞാൽ ആ റീൽസിന്റെ ദൈർഘ്യം എത്രയാണെന്നറിയോ? 20 സെക്കൻഡ് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള റീൽസ് ആ മക്കൾ കാണുന്നത്. ഇത് കണ്ട് 30 സെക്കൻഡിനപ്പുറം ഒരാളെ ശ്രമിക്കാനുള്ള ക്ഷമയില്ല. വൈബിന്റെ റീൽസിന്റെ കാലഘട്ടം കണ്ടില്ലേ? ഇരിട്ടിപ്പുഴയിൽ 2 പെൺകുട്ടികൾ ഒഴിച്ചു പോയപ്പോ നാട്ടുകാർ ആവതും പറഞ്ഞു, ആ ഭാഗത്തേക്ക് പോവല്ല, ആ ഭാഗത്ത് പോവരുത്. നിങ്ങൾ മൊബൈലിൽ വീഡിയോ ഒക്കെ എടുക്കുന്ന കാണുന്നു. ആ ചുഴിയുള്ള ഭാഗമാണ്, ശ്രദ്ധിച്ചില്ല. മനുഷ്യന്റെ മനഃശാസ്ത്രം പഠിച്ച 2 പെൺകുട്ടികൾ ഇരിട്ടിയുടെ അടുത്തുള്ള ഒരു പുഴയിൽ കാല് വഴുതി വീണ് മരിച്ചുപോയിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. റീൽസിന്റെ ലോകത്തേക്ക്, വൈബിന്റെ ലോകത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യം. ഇതാ പരിശുദ്ധമായ റംസാൻ നമ്മുടെ
മുന്നിലേക്ക് വന്നിരിക്കുന്നു. ആത്മീയമായ സുന്ദരമായ ലഹരിയിലൂടെ നമ്മുടെ മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ എന്തെങ്കിലും കറകളുണ്ടെങ്കിൽ അതെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മൂല്യബോധമുള്ള ലഹരിയിലേക്ക് കടക്കാൻ സാധിക്കേണ്ട സുന്ദര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിങ്ങൾ അറിയണം, എത്രയെത്ര രക്ഷിതാക്കന്മാരാണ് കണ്ണുനേൽപ്പിക്കുന്നത് അറിയോ? ഒരു ഉമ്മയുണ്ട്, ഈ ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ, സ്ഥലമൊന്നും ഞാൻ തൽക്കാലം പരാമർശിക്കുന്നില്ല. സ്വന്തം മകനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ പറഞ്ഞയച്ചതാണ്. നല്ല മാർക്കോട് കൂടി പാസ്സായ മോനാണ്. ബാംഗ്ലൂർ പട്ടണത്തിൽ പോയത് കൊണ്ട് ബാംഗ്ലൂർ കുറ്റക്കാരനല്ല. ഇനി മംഗലാപുരമാണ് പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ മംഗലാപുരം അല്ല കുറ്റക്കാരൻ. ഞാൻ ആ സംഭവത്തെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ ഉമ്മ പറയുന്ന വാക്കുണ്ട്. ഉമ്മ പറയുകയാണ്, എന്റെ മകൻ 1-ാം വർഷം ഒരു കുഴപ്പമില്ല സാറേ, ഞാൻ ഫോൺ വിളിച്ചാൽ നിമിഷം നേരം കൊണ്ട് അവനെടുക്കും, മറുപടി നൽകും, വീഡിയോ കോൾ ചെയ്യും. 2-ാം വർഷമായി സാറേ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പ്രയാസം. പല കാര്യങ്ങൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. ഒരുപക്ഷെ പഠിക്കുന്ന തിരക്കായിരിക്കും എന്ന് കഴിഞ്ഞ് ഞാനങ്ങ് വിട്ടു. പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ തീർത്തും അവർ ഫോൺ എടുക്കാതെ വന്നപ്പോ, ഇല്ലാത്ത കുട്ടിയാണ് സാറേ, ഞാൻ താലോലിച്ചു വളർത്തുന്ന എന്റെ മോനാണ്, എഞ്ചിനീയർ ആവുക എന്ന വലിയ സ്വപ്നമാണ്. ആ ഉമ്മ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് മോനെ തേടിയിട്ട്. ആ കോളേജിൽ എത്തിയപ്പോഴാണ് പറയുന്നത്, പ്രിൻസിപ്പാൾ പറയാണ്, എവിടെയാണ് നിങ്ങൾ ഇത്രയും കാലം? നിങ്ങളെന്ന് പറഞ്ഞു വന്ന നമ്പർ നിങ്ങളതല്ലോ, അവൻ തന്ന നമ്പർ നമ്മൾ വിളിച്ചിരുന്നു, കിട്ടിയിരുന്നില്ല, അവൻ കോളേജിൽ പോയില്ല. അന്വേഷിച്ചപ്പോ ഒരു സുഹൃത്തിന്റെ ഒരു റൂമിൽ നിൽക്കുകയാണ്, ബോധമറ്റ് കിടക്കുകയാണ്. നിങ്ങൾ അറിയണം, ആ മോനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് ചുറ്റുമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയ പ്രിയപ്പെട്ട മാതാവ് എത്രയെത്ര ദിവസം ചികിത്സയ്ക്ക് വേണ്ടി കാവൽ കടന്നെന്നറിയോ? ചികിത്സിച്ച് ചെറിയ രീതിയിൽ ഭേദമായി പിന്നീട് വീണ്ടും മോൻ അപകടത്തിലേക്ക് പോയി. ഒടുവിൽ സ്വന്തം മാതാവിന്റെ കഴുത്തിന് പിടിച്ച ഘട്ടത്തിലെത്തിയപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ ഗൾഫിലുള്ള മകളെ വിവരം അറിയിച്ചു. മകളും മകളുടെ ഭർത്താവും ഗൾഫിലാണ്. മകളുടെ ഭർത്താവ് അയച്ചു വിസിറ്റിംഗ് വിസയിൽ സ്വന്തം മകന്റെ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്ന ഉമ്മ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാതെ 7-ാം കടലും കടന്ന് അറേബ്യൻ മണലാരണ്യത്തിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോവുകയും ആ വിസിറ്റിംഗ് തീരുമ്പോൾ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ താമസിക്കേണ്ട ദയനീയമായ ഒരു സാഹചര്യമുണ്ട്. സ്വന്തം മകനെ ഭയപ്പെടുകയാണ്. എന്നിട്ടും ഗൾഫിലെത്തിക്കിട്ട് ഉമ്മ ഇവിടെ വാട്സാപ്പിൽ കോൾ ചെയ്യും, ഫോട്ടോ ചെയ്തിട്ട് പറയും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് എന്നോട് പറയും, എന്റെ മകനെ നേരെയാക്കാൻ സാധിക്കുമോ? അപ്പോഴും ചിന്തിക്കുന്നതാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ഈ വിഷയത്തെ വളരെ കാര്യ ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് പോട്ടെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തം നൽകി പോകുന്ന മോളല്ല ക്യാമ്പസില്. വീട്ടിൽ നിന്ന് ഞാൻ പോട്ടെ ഉപ്പ എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞു പോകുന്ന മോനോ മോളോ അല്ല ക്യാമ്പസില്. അവിടെ എത്തുമ്പോൾ അടിമുടി മാറുന്നു. അതുകൊണ്ട് വഴികളിലും സഞ്ചരിക്കുന്ന വഴികളിലും മക്കളുടെ ഇത്തരം അവരെ വഴിവിഴച്ച ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ അതിലേക്കൊന്നും പോവാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാനസികാരോഗ്യം മക്കൾക്ക് വേണം. ചേർന്നിരിക്കണം മക്കളുടെ കൂടെ, കേൾക്കണം മക്കളെ, അവിടെ മെന്റർ ആവണം, അവിടെ സുഹൃത്താവണം. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും പരിഹരിക്കാനുള്ള എല്ലാം തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്ന് തോന്നുന്ന രീതിയിലേക്ക് മക്കളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞൊരു വാക്ക് സാന്ദർഭികമായി കടമെടുക്കട്ടെ, ശകാരിക്കേണ്ട സമയത്ത് മക്കളെ ശകാരിക്കണം. ആ ശകാരിച്ചതിന് ശേഷം പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇവിടെ സൈക്കിളിൽ ചോദിക്കുമ്പോൾ സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്ത്, സ്കൂട്ടർ ചോദിക്കുമ്പോൾ കാറ് വാങ്ങിച്ചു കൊടുത്ത്, മക്കളുടെ സ്നേഹവും വാത്സല്യം കിട്ടാൻ വേണ്ടി പറയുന്നതിനപ്പുറത്തേക്കുള്ള സാധനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് മക്കളുടെ സ്നേഹത്തിന് വേണ്ടി പിന്നാലോടുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ഈ മക്കൾ തന്നെ നാളെ ചോദിക്കും, എന്നെ തിരുത്തേണ്ട സമയത്ത് നിങ്ങൾ തിരുത്തിയിരുന്നോ? രാത്രി ഞാൻ വൈകി വരുമ്പോൾ എന്നെ ചോദ്യം ചെയ്തിരുന്നോ? ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ വഴിയിലേക്ക് പോയില്ലായിരുന്നു എന്റെ ഉമ്മ ഉപ്പ എന്ന് പറയുന്ന കുട്ടികളുണ്ട് വർത്തമാന കാലത്ത്. ഈ സാഹചര്യം അറിയണം. നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. 2 പെൺകുട്ടികളുടെ ഒരു രക്ഷിതാവാനാണ് ഞാൻ എനിക്കറിയാം. അടുത്ത കാലത്ത് വാഹന പരിശോധനയ്ക്കിടയിൽ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. ആ വാഹന പരിശോധനയിൽ കംപ്ലീറ്റ് വാഹനം പരിശോധിച്ചൊന്നും കിട്ടിയില്ല. അവസാനം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ബേസ് പരിശോധിക്കുമ്പോൾ വറക്കുകയാണ്. ഇങ്ങനെ അവന്റെ കൈകൾ ഇങ്ങനെ ഷിവർ ചെയ്യുന്ന കാണുന്നു. അവന്റെ ഹൃദയത്തിന്റെ താളമിടിപ്പ് കേൾക്കാൻ സാധിക്കുന്നു. അവസാനം അവന്റെ പേഴ്സിന്റെ ഉള്ളിൽ നിന്നൊരു സാധനം കിട്ടി. സാധനത്തിന്റെ പേര് പോലും ഞാൻ പറയുന്നില്ല, രാസലഹരിയുടെ പേര് പോലും ഞാൻ നിങ്ങളോട് പരാമർശിക്കുന്നില്ല. ഈ രാസലഹരി കിട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ കാലിന് വീണ് കരയുകയാണ്. ആദ്യമായിട്ടാണ് സാറേ ഇതുവരെ എന്റെ ജീവിതത്തിൽ എക്സൈസിൽ ഞാൻ ജോലി ചെയ്യുമ്പോ പിടിക്കപ്പെട്ട ഒരു പ്രതിയും അവസാനമായിട്ടാ സാറേ എന്ന വാക്ക് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിടിക്കുമ്പോൾ പറയും ആദ്യമായിട്ടാണ് സാറേ. എന്നിട്ട് അവൻ ഓടി കാറിൽ പോയിട്ട് ഒരു കല്യാണ കത്തെടുത്തുകൊണ്ട് കാണിച്ചു തരും. എന്റെ കല്യാണമാണ് അടുത്ത ആഴ്ച, ചതിക്കല്ല സാറേ. സ്റ്റേഷനിൽ എത്തിയിട്ട് ഇതുപോലെ ഒരു കസേരയിൽ അവൻ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി നീ പറ അവസാനം പറഞ്ഞ വാക്ക്, എന്റെ കല്യാണമാണ് സാറേ.
പ്രവാസ ലോകത്ത് 27 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ 2 മാസത്തെ ലീവിന് വേണ്ടിയിട്ട് ഈ നാട്ടിലേക്ക് എത്തിയിട്ട് കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ പോക്കറ്റിൽ നിന്ന് കിട്ടിയത് രാസലഹരികളാണ്. എത്ര നാളുകളാണ് വൈവാഹിക ജീവിതം? ഒരു ഉമ്മയുടെ പ്രതീക്ഷയല്ലേ, ഒരു അമ്മയുടെ പ്രതീക്ഷയല്ലേ, സ്വപ്നമല്ലേ മക്കളുടെ പെൺമക്കളുടെ വിവാഹം? ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്താൽ സ്വസ്ഥമായ ഗൃഹജീവിതം നയിക്കാം എന്ന സ്വപ്നം കാണുന്നവരിലെ ഞാനും നിങ്ങളും. എത്ര നാള് ആ ചെറുപ്പക്കാരൻ ചോദിച്ചിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്ത് വന്ന ചെറുപ്പക്കാരൻ, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ കുറിച്ച്, പ്രതീക്ഷകളെ കുറിച്ച്, മോഹങ്ങളെ കുറിച്ച് നീ ഒരു സെക്കൻഡ് ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടിയുടെ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വപ്നങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അറേബ്യൻ മണൽ ആരണ്യത്തിൽ നിന്നെ പോലെ 7-ാം കടലകരെ 42 ഡിഗ്രി 38 ഡിഗ്രി പൊരിവെയിലത്ത് അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ വിയർപ്പിന്റെ മൂല്യമല്ലേ അന്ന് അവൾ അണിഞ്ഞു വരുന്ന ആഭരണങ്ങൾ? അവരെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരനോ? തല്ലതാഴ്ത്തി നിർത്തുന്നു, മറുപടിയില്ല. പ്രിയപ്പെട്ട മുത്താറിപ്പീടികയെ 24 25 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരല്ല ഇത്തരം രാസലഹരി ഉൾപ്പെടെ ലഹരിയുടെ ലോകത്തേക്ക് വീണുപോയി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾ നമ്മുടെ മക്കളെ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കും? സമസ്ത മേഖലകളിലും അത് ഏത് വിഭാഗമാവട്ടെ ആ ലഹരിയുടെ നീരാളിപ്പിടുത്തമുണ്ട്. ആ നീരാളിപ്പിടുത്തത്തിലേക്ക് മക്കൾ പോവാതിരിക്കണമെങ്കിൽ മൂല്യബോധമുള്ള സദസ്സ് നമ്മുടെ വീട്ടിലുണ്ടാവണം. ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി രക്ഷിതാവിന് ബോധമുണ്ടായിരിക്കണം. ഈ വിഷയം എന്റെ നാട്ടിലല്ല, എന്റെ വീട്ടിലല്ല, എന്റെ കുടുംബത്തിലല്ല, അതുകൊണ്ട് ഞാൻ സേഫ് സോൺ. ആ ചിന്ത വേണ്ട. ഇതുവരെ അപകടത്തിൽപ്പെട്ടവരൊക്കെ പറഞ്ഞതാണ്, ഞാൻ അറിയില്ല സാറേ, എന്റെ വീട്ടിലെത്തും ഞാൻ അറിയില്ല, ഞാൻ കരുതിയിരുന്നില്ല എന്റെ മോൾ എന്നെ ചെയ്യുമെന്ന്. ഇത്രയും പഠിപ്പിച്ച മോള് ഒരു ദിവസം എല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് കണ്ട ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നെഞ്ചുരുക്കി പൊട്ടുന്ന ഉമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അറിയില്ല എന്റെ മോളെ ഞാൻ അങ്ങനെ വളർത്തിയതാണെന്ന്. നോക്കൂ, മൂല്യബോധത്തോടുകൂടി മക്കളെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും പരിഗണിക്കാനും മക്കളുടെ സുഹൃത്തുക്കളെ കുറിച്ച് അറിയാനും മക്കളുടെ വിദ്യാലയങ്ങളിൽ PTA മീറ്റിംഗിൽ പങ്കെടുക്കുവാനും അവിടെയൊക്കെ എനിക്കും നിങ്ങൾക്ക് എത്താനുള്ള സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് സമയമുണ്ട് 24 മണിക്കൂറും എന്ന് പറഞ്ഞാൽ ഒരു അപകടത്തിൽപ്പെട്ടതിനു ശേഷം 24 മണിക്കൂർ സമയം ഉണ്ടായിട്ട് എന്താ കാര്യം? ആ അപകടം വരുന്നതിന് മുന്നേ മക്കളെ കേൾക്കേണ്ട സമയത്ത് കേൾക്കാൻ, മക്കളുടെ വിദ്യാലയങ്ങളിൽ പോവാൻ, അവിടെ PTA മീറ്റിംഗ് നടക്കുന്ന മദ്രസയിലുണ്ടെങ്കിൽ ആ മദ്രസയിൽ എത്താൻ, ഇത്തരം കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് ഈ നാടിന്റെ സംഘടന ചേർത്ത് പിടിക്കുമ്പോൾ ആ സംഘടന പ്രവർത്തനത്തിൽ മാലയിലെ മുത്തുകളായി പോലെ ചേർന്ന് നിൽക്കാൻ എനിക്കും നിങ്ങൾക്ക് സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈ വില്ലൻ നമ്മുടെ മുന്നിലേക്ക് വരും. ആ വില്ലൻ വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോവിഡ് വന്നു പോകുന്ന പോലെ പോവില്ല. മാസ്ക് ഇട്ട് സോപ്പിട്ട് പോവില്ല കേട്ടോ ലഹരി. മാസ്ക് ഇട്ടും സോപ്പിട്ടും ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ ലഹരിയെ തുരത്താൻ നമുക്ക് സാധിക്കില്ല. ലഹരിയെ തുരത്താൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, വിദ്യാർത്ഥികളുമായി മക്കളുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് ഉമ്മാന്റെ കോന്തൽ പിടിച്ചു പോകുന്ന പഴയകാലത്തെ മക്കൾ നിങ്ങൾ ആലോചിക്കുക. ഇതും പിടിച്ച് ഇങ്ങനെ നടക്കും, ഉമ്മ 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 ഉപ്പ 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 എന്ന് പറഞ്ഞ്. ഇന്നെന്താ കുട്ടികൾ പറയുന്ന ഈ വിഷമയുണ്ടോ? പണ്ട് ഞാൻ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 4 മണിക്ക് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, സ്കൂൾ വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്ന് കളിക്കാൻ മൈതാനത്തേക്ക് പോകണമെങ്കിൽ ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഒന്ന് ഉപ്പാനോട് ചോദിക്കും, ഒരു അരമണിക്കൂർ കളിച്ചിട്ട് വരാന്ന്. ഉമ്മ എത്ര റിക്വസ്റ്റ് ചെയ്ത് അവസാനം ഉപ്പ പറയും, ശരി 1/2 മണിക്കൂർ സമയം തരാൻ കളിച്ചിട്ട് പോവാന്ന്. ലോട്ടറി അടിച്ച സന്തോഷം പോലെ ഓടി കളിക്കാൻ പോയി തിരിച്ചു വരുമ്പോ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ, സന്ധ്യാസമയം വീട്ടിൽ വിളക്ക് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ മുൻവാതിലൂടെ കയറുവാൻ ഞാനും നിങ്ങളും പേടിച്ചുകൊണ്ട് ബഹുമാനത്തോളം പേടികൊണ്ടില്ല. അടുക്കള വാതിലൂടെ കയറി ഉമ്മാന്റെ കോന്തല പിടിച്ച് മാറി മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ 8 മണിക്ക് ശേഷമാണ് കുട്ടികൾ പുറത്തിറങ്ങുന്നത്, 9 മണിക്കും 10 മണിക്കുമാണ് കുട്ടികൾ പുറത്തിറങ്ങുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി 2-3 കുട്ടികൾ ഇങ്ങനെ നടക്കുക, കണ്ട ട്രൗസർ ഇട്ടിങ്ങ് വരുമ്പോൾ ചോദിച്ചു, 11 മണിയാ, എന്താ മോനെ രാത്രി ഇറങ്ങി നടത്താം, ഒരു ചായ കുടിക്കാമെന്നാ? നോക്കണം ഉത്തരം, വീട്ടിൽ നിന്ന് കിട്ടാൻ സാധനമല്ലോ ചായ. എങ്ങനെയാണ് നമ്മുടെ മക്കളെ ഈ രാത്രി കാലങ്ങളിലെ സഞ്ചാരത്തിലുള്ള ലൈസൻസ് ആരാ കൊടുത്തത്? രക്ഷിതാക്കന്മാർ നമ്മുടെ കൈകളിൽ നിന്ന് നമ്മുടെ മക്കൾ പോവുകയാണ്, കിട്ടുകയില്ല. പിന്നീട് 10 മണി, പിന്നെ 11 മണിയാവും, 11, 12 ആവും, പിന്നെ വരുന്ന കോലം മാറും. നിങ്ങൾക്ക് എതിർക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയില്ല. ഉത്തരം പറയുന്ന കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ ആ ബാല്യ കൗമാര കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എന്റെ ഉമ്മയാ, എന്റെ ഉപ്പ, എന്റെ രക്ഷിതാക്കന്മാരെന്ന ചിന്ത കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കോരിയിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കിട്ടുകയില്ല. നിങ്ങൾ അറിയണം, ഈ അടുത്ത കാലത്ത് മുഴപ്പിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായി. നിങ്ങളും പത്രത്തിൽ വായിച്ചവരായിരിക്കും. 11 വയസ്സുള്ള ചുറുചുറുക്കുള്ള പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനെ 5 പേരിളകിയ പട്ടിക്കൂട്ടങ്ങൾ കടിച്ചു കീറി കൊന്നുകളഞ്ഞ വാർത്ത മുത്താറിപ്പീടികയെ ദൃശ്യപത്ര മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളെല്ലാം ഒരാഴ്ചയോളം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
എന്താ സംഭവിച്ചെന്നറിയോ? ഈ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുകാരനാണ്. എന്താ കുട്ടിയുടെ ഡിസബിലിറ്റി എന്നറിയോ? സംസാരശേഷിയില്ലാത്ത മോനാണ്, കേൾവിശേഷിയില്ലാത്ത മോനാണ്. ഈ സംസാരശേഷിയും കേൾവിശേഷിയും ഉള്ളവരെ ഞാൻ നിങ്ങൾ സംസാരശേഷിയില്ലാത്ത കേൾവിശേഷിയില്ലാത്ത പ്രിയപ്പെട്ട മകൻ, ഭിന്നശേഷിക്കാരെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ 5ാം ക്ലാസ്സുകാരൻ പതിപോലെ സ്കൂൾ വിട്ട് സ്കൂൾ ബസ്സിൽ കയറി വീട്ടിലെത്തി. ഡ്രസ് മാറി ഉമ്മ ചായ കൊടുത്തു. തൊട്ടടുത്ത വീട്ടിൽ കളിക്കാൻ വേണ്ടി പോയതാണ്. എല്ലാ ദിവസം പോകുന്ന പോലെ പോയതുകൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ ആ മകൻ വീടിന്റെ ഒരു വളഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഒരു നിശ്ചിതദൂരം അകലെ പോയപ്പോ ഉമ്മയുടെ കണ്ണിൽ നിന്ന് മാറി 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ പിന്നാലെ വന്ന് ഈ കുട്ടിയെ കടിച്ചു കീറാൻ വേണ്ടി കുരക്കുമ്പോ ആ പട്ടിയുടെ കുര കേൾക്കാൻ കേൾവി ശക്തി ഉണ്ടായിരുന്നില്ല ഈ 11 വയസ്സുകാരൻ. ഈ 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ ആ പുന്നാര മോനെ കടിച്ചു കീറി രക്തം കുടിക്കുമ്പോൾ ഉറക്കെ കരയാൻ സംസാരശേഷി ഉണ്ടായിരുന്നില്ല, നാവിന് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട മകനെ, 11 വയസ്സുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മകനെ, ഡിസബിലിറ്റി ഉള്ള സംസാരശേഷിയില്ലാത്ത കേൾവിശേഷിയില്ലാത്ത മോനെ 5 പേയിളകിയ പട്ടിക്കൂട്ടങ്ങൾ കടിച്ചു കീറി കൊന്നുകളഞ്ഞ വാർത്ത. ഒത്താറിപ്പിടി എന്തിനാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പേ ഇളകി കഴിഞ്ഞാൽ പേക്കൂത്ത് മാത്രം നമ്മൾ കാണണ്ടു. എന്നാൽ ലഹരി പേ ഇളകിയ പട്ടിയേക്കാൾ ക്രൂരനാണ്. ഇതെന്റെ ഉമ്മയാണെന്നോ, ഇതെന്റെ മകളാണെന്നോ, ഇതെന്റെ അയൽവക്കത്തുള്ള എന്റെ ഇത്തയാണെന്നോ ഒരു തിരിച്ചറിവുണ്ടാവില്ല. പിന്നെ ലഹരിക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയുടെ കഴുത്തിലെ മാല കണ്ടാൽ ഉണർന്ന സമയത്ത് ഉമ്മ അത് നൽകില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലഹരിക്ക് പണം ഉമ്മയുടെ കഴുത്തറുത്ത് കൊണ്ടുപോകും മക്കള്. തർക്കം വേണ്ട. ഓരോ ദിവസത്തെയും വാർത്തതാണ്. ലഹരിക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉമ്മയുടെ കാത്, ആ കാതില കഴിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കാത് മുറിച്ചു കൊണ്ടുപോകും മക്കള്. ആ സാഹചര്യത്തിലൂടെയാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ഐതിഹാസികമായ പോരാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഓരോ രക്ഷിതാക്കന്മാരും ഇതെന്റെ വിഷയമാണെന്ന് ഞാൻ സങ്കല്പിക്കുക. എന്റെ വീട്ടിലില്ലെങ്കിലും ഈ സൊസൈറ്റിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ ഭാഗമാണ് ഞാൻ, അതെന്നെ ബാധിക്കുന്നതാണ് എന്ന നല്ല ബോധ്യത്തില് ഇതിനെതിരെയുള്ള പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടത്തിലേക്ക് വരണം. നിങ്ങളറിയോ, ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പോയ, നഴ്സിംഗ് മേഖലയിൽ പഠിക്കാൻ വേണ്ടി പോയ ഒരു കൂട്ടുകാരുടെ സംഭവം ഞാൻ നിങ്ങൾക്ക് വിവരിക്കാം. ബാംഗ്ലൂർ പട്ടണത്തിൽ നഴ്സിംഗിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ആ കുട്ടി പറയുന്നുണ്ട്, എന്റെ രക്ഷിതാക്കന്മാർ ഞാൻ സ്വപ്നം കണ്ടതുപോലെ ഭൂമിയിലെ മാലാക എന്നറിയപ്പെടുന്ന നഴ്സിംഗ് ജോലി സ്വപ്നം കണ്ടുകൊണ്ട് ബാംഗ്ലൂർ പട്ടണത്തിലെ സുന്ദരമായ ഒരു കോളേജ് ഞാൻ സെലക്ട് ചെയ്തപ്പോ എന്റെ രക്ഷിതാക്കന്മാർ സമ്മതിച്ചു സാറേ. എന്നിട്ട് ഞാൻ അവിടെ പോയി. നിങ്ങൾ അറിയോ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകള്, ഈ ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ പട്ടണത്തില് നഴ്സിംഗ് കോളേജ് ചേർന്ന് ഞങ്ങൾ 4 പേര് ഒരു കമ്പനിയാ സാറേ. 1ാമത്തെ വർഷം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. 2ാമത്തെ വർഷമായപ്പോൾ ഞങ്ങളിൽ ചിലർക്കൊരു ചിന്തകളിൽ മാറ്റം ഉണ്ടായി. ഞങ്ങൾ സീനിയേഴ്സ് ആയില്ല സാറേ. റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ കേൾക്കാറില്ലേ? ഞങ്ങൾ സീനിയേഴ്സ് ആയില്ല സാറേ എന്ന ചിന്ത വന്നപ്പോ ഞങ്ങൾ ആ ഹോസ്റ്റലിൽ നിന്ന് മാറി വീട്ടിൽ അറിയിക്കാതെ 4 പേരും വാടക ഷെയർ ചെയ്തുകൊണ്ട് ഈ കോളേജിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലെ ഒരു ചെറിയ പാർട്ട് വാടകയ്ക്ക് എടുത്തു. ഒരു ചെറിയ കിച്ചൺ, അവന്റെ വാക്കുകള്, ഒരു സെൻട്രൽ ഹാൾ, ഒരു വരാന്ത. ആ ചെറിയ മുറിക്കുള്ളിലാണ് സാറേ ഞങ്ങൾ കഴിച്ചിരുന്നത്. 4 പേര് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കും, ഒരുമിച്ച് പാത്രത്തിൽ ഭക്ഷണം കഴിക്കും, കോളേജിൽ ബസ്സിൽ ഒരുമിച്ച് പോകും, തിരിച്ചൊരുമിച്ച് വരും. പക്ഷെ 4 പേരിൽ ഒരാൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഒരാളുടെ കണ്ണുകളൊക്കെ കലങ്ങിയിരിക്കുന്നു സാറേ. എന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു കമ്പനി തരില്ലേ, എനിക്കൊരു കമ്പനി തരില്ലേ. 1.5 വർഷമായി ഒരുമിച്ചുള്ള സൗഹൃദങ്ങളെ നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരല്ലേ, ഒരുമിച്ച് കോളേജിൽ പോകുന്നവരല്ലേ, കമ്പനി തരില്ലേ എന്ന് കരയാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ 3 പേരും പറഞ്ഞു, നീ എന്താണ് കഴിച്ചത്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ആവർത്തിച്ചു പറഞ്ഞു. ഈ വിവരം നിന്റെ വീട്ടിൽ അറിയിക്കും, ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു പറഞ്ഞപ്പോ പൊട്ടിക്കരയുകയാണ്. 1.5 വർഷത്തോളം ഒരുമിച്ച് കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച എന്റെ ചങ്കല്ലേ, എന്റെ ബ്രോയല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് അവന് കാല് വീണ് കരഞ്ഞപ്പോ സങ്കടം വന്നുപോയി. ഞങ്ങൾക്ക് വേണ്ട സാറേ, പക്ഷേ അവനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവന് വേണ്ടിയിട്ട് ഞങ്ങളും അത് നുണഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം മനസ്സിലായത് 24 മണിക്കൂർ ആവുന്നതിന് മുന്നേ ശരീരമാകെ തകരാൻ തുടങ്ങി സാറേ.
ശരീരമാകെ വെപ്രാളപ്പെടുകയാണ്. ആ ഇന്നലെ കഴിച്ച സാധനം വീണ്ടും വീണ്ടും വേണ്ടേ 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 എന്ന ചോദ്യം എന്റെ തലച്ചോറിന് വരാൻ തുടങ്ങി. എന്റെ സബ് കോൺഷ്യസ് മൈൻഡ്, എന്റെ ഉപബോധ മനസ്സ് എന്നോട് ചോദിക്കുകയാണ്, ഇന്നലെ കഴിച്ച സാധനം വേണ്ടേ? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വേണ്ടി പഠനം എന്ന ചിന്തയോടെ പൊട്ടി ഞങ്ങൾ 3 പേരും അവന്റെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു, ഇന്നലെ തന്ന സാധനം ഉണ്ടെങ്കിൽ തരൂ, ഞങ്ങൾ ഷെയറിന് തയ്യാറാണ്. 1 സെക്കൻഡ് കൊണ്ടാണ് മറ്റു 3 കുട്ടികളും തകർന്നടിഞ്ഞത്. അറിയണം മുത്താറിപ്പിടുകയെ, 1 സെക്കൻഡ് മതി നമ്മുടെ മക്കളുടെ ചിന്തകളിൽ മലീനസമാക്കാൻ. ഒരൊറ്റ സെക്കൻഡ് മതി. ഒരു പരീക്ഷണത്തുള്ള ഒരു താല്പര്യം മതി. നമ്മുടെ കരുതൽ നിന്ന് ചേർത്ത് പിടിക്കലിന് 1 സെക്കൻഡ് വിട്ടുപോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ, ഭ്രാന്തൽ പോലെ എടുത്തു കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആളുണ്ട്. ഈ 3 കുട്ടികളും അവന്റെ അടുക്കലേക്ക് പോയി 4 പേരും ചേർന്നുകൊണ്ട് ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഈ സാധനം ഉപയോഗിക്കാൻ പണം കണ്ടെത്തണം. ആ പണം കണ്ടെത്താൻ വേണ്ടി കാരിയർമാരായിട്ട് മാറി. നിങ്ങളെ കഴുത്തിൽ നിങ്ങളുടെ ഭർത്താവ് താലിമാല ചാർത്തി തന്നിട്ടുണ്ടെങ്കിൽ ആ മഹറായി വന്ന താലിമാലയുടെ 1 ഗ്രാമിന് എത്ര വില നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. ആ 1 ഗ്രാം സ്വർണത്തെക്കാൾ വില കൂടിയ സാധനങ്ങള്, രാസലഹരികള് തേടി പോവുകയാണ് കുട്ടികള്. ആ സാധനം തൊട്ടുപോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം അത് വീണ്ടും കിട്ടിയില്ലെങ്കിൽ അവിടെയാണ് കൊലപാതകം, അവിടെയാണ് കഴുത്തറക്കൽ, അവിടെയാണ് മനുഷ്യൻ കൊടും ക്രൂരമായി എന്തും ചെയ്യാൻ മൃഗമാക്കി മാറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. ഈ 4 ചെറുപ്പക്കാരും കാരിയർമാരായി, ആ കാരിയർമാരായി കടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ടു. അതിലൊരു കുട്ടി ജയിലുമായി. ആ സംഭവത്തിൽ ആ കുട്ടി പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, അതുകൊണ്ട് എല്ലാ ദിവസവും മക്കളെ കേൾക്കാനും, എല്ലാ ദിവസവും മക്കളെ ചേർത്ത് പിടിക്കുവാനും, മക്കളുമായി നല്ല ആശയവിനിമയം നടത്താനും എനിക്കും നിങ്ങൾക്കും സമയം കണ്ടെത്തിയേ തീരും. ഈ ദുനിയാവ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇത് വെറും കൃഷിയിടം മാത്രമാണ്. ഇത് വെറും കൃഷിയിടം മാത്രമാണ്. ഇവിടെ ഏറ്റവും സുന്ദരമായി വിത്ത് പാകിയാൽ മാത്രമേ നാളെ വിളവെടുക്കാൻ കഴിയും പരലോകത്തുനിന്ന്. ആ വിളവിൽ സുന്ദരമായ വിളവുണ്ടാവണമെങ്കിൽ ഈ ദുനിയാവിൽ അതിമനോഹരമായ കൃഷിയിടത്തിൽ ഏറ്റവും നല്ല വിത്ത് പാകാൻ സാധിക്കണം. ആ വിത്ത് പാകുന്നതിൽ പാളിച്ച വന്നു കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ സാഹചര്യത്തിലൂടെയാണ് നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആണെന്നോ പെണ്ണെന്നോ ഇല്ല. കണ്ടില്ലേ, ആലുവക്കടുത്ത് എടുത്ത കാലത്ത് പെൺകുട്ടിയുടെ ശരീരത്തിന്റെ സകല ഭാഗങ്ങളിലും രാസലഹരി ഒളിപ്പിച്ച് കടത്താൻ ഒരു പെൺകുട്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മനോനിലയെ, അവിടെ സ്വപ്നങ്ങളെ എത്രമാത്രം ഈ സാമൂഹ്യ വിരുദ്ധർ മോട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തേക്ക് എന്റെയും നിങ്ങളുടെയും മക്കൾ വിട്ടുപോകാതിരിക്കാൻ ഭയാനകരമായ ഒരു സാഹചര്യത്തിലൂടെയല്ല ഞാൻ പറയുന്നത് എടുക്കേണ്ടത്. കരുതല്, ജാഗ്രത, ഓവർ കോൺഫിഡൻസ് വേണ്ട. ഈ വിഷയത്തെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിലെത്താതെ ഏറ്റവും നല്ല മതിൽ കെട്ടണം. അങ്ങനെ മുത്താറിപ്പീടികയില് നിങ്ങൾ പറഞ്ഞതുപോലെ എത്ര കുടുംബമുണ്ടോ ആ കുടുംബത്തിലൊന്നും ഒരൊറ്റ വിഷയമുള്ള ഒരു കുട്ടികളും ഇല്ല എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു മഹല്ലുകൾക്കെല്ലാം മാതൃകയാവുന്ന രീതിയിലുള്ള ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ദുരന്തത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് പോകും. പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, റമദാനിന്റെ തലേ ദിവസം നൊന്ത് പ്രസവിച്ച ഉമ്മയും 7-ാം കടലക്കരെ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവിനെ പോലും ഓർക്കാതെ കണ്ട ചെറുപ്പക്കാരന്റെ കൂടെ നോമ്പിന്റെ തലേ ദിവസം ഒളിച്ചോടിയതിനു ശേഷം ആ രക്ഷിതാക്കന്മാർ തകർന്നു തരിപ്പണമായ വിഷയം ഇപ്പോഴും എന്റെ മുന്നിലുണ്ട്. എത്രയെത്ര ദുരന്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും, നവമാധ്യമം നോക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. ഈ തലശ്ശേരി എവിടെയോ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വന്ന ഒരു ഏച്ചി, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം പിന്നീട് 53 വയസ്സുകാരി, ആ കാലഘട്ടത്തിൽ പഠിച്ച ആള് കൂടെ അങ്ങ് പോയി. അത് മറ്റൊരു ലഹരി. കല്യാണം കഴിച്ച കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലും പിന്നീടും ഇത്തരം മോശപ്പെട്ട ലഹരികളിൽ എത്തപ്പെടുന്നവരുണ്ട്. എന്നിട്ട് ആരോ ഫേസ്ബുക്കിൽ ഒരു കമന്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു, പുരാവസ്തുവിനെ കാണാനില്ല. നോക്കൂ നിങ്ങൾ, ലഹരി പല രൂപത്തിലാണ്, ലഹരി പല ഭാവത്തിലാണ്. ഈ ലഹരി ചിന്തകളൊന്നും നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധം നമ്മുടെ ഉള്ളിലേക്ക് വേണം. സ്കൂൾ വിട്ടു വരുന്ന മകന്റെ കണ്ണുകളിലേക്ക് നോക്കണം. നോക്കണ സഹോദരിമാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, ആ കണ്ണുകളിലെ വെളിച്ചം പോയിട്ടുണ്ടോ? ഇതുവരെ കളവ് പറയാത്ത മകൻ ഈ അടുത്ത കാലത്ത് കളവ് പറയുന്ന ശീലം തുടങ്ങിയിട്ടുണ്ടോ? ഇതുവരെ റൂം അടച്ച് പഠിക്കാത്ത കുട്ടി റൂം അടച്ച് പഠിക്കുന്ന പുത്തൻ ശൈലി വന്നിട്ടുണ്ടോ? ഞാനോ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാത്ത ആഭരണങ്ങളോ ഡ്രസ്സുകളോ എന്റെയും നിങ്ങളുടെ മക്കളുടെ ബാഗിലോ മറ്റോ കാണുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് നിരീക്ഷണം വേണം. ടർഫിൽ കളിക്കാൻ പോകുന്ന പറയുന്ന കുട്ടികളുണ്ട്. ടർഫ് മോശമൊന്നുമില്ല, കളിയൊക്കെ നടത്തുന്നവരെ നമ്മളും. പക്ഷെ ടർഫിൽ കളിക്കാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് ടർഫിൽ എത്താറുണ്ടോ? ആരാ മോണിറ്റർ ചെയ്യേണ്ടത്? വൈകുന്നേരം പോയിട്ട് രാവിലെ വരെ കളിയുണ്ട് ഉമ്മ,
എന്റെ ഇത്ത അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുമ്പോ ആ രാവിലെ വരെ മക്കൾ എവിടെയായിരുന്നു മോണിറ്റർ ചെയ്യാൻ കഴിയണം കേട്ടോ. ടഫിൽ എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ പോയിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത്തരത്തോളം സാഹചര്യങ്ങളുണ്ട്. മക്കളെ വഴിപിഴച്ച ലോകത്തേക്ക് എത്തിക്കാൻ സാമൂഹ്യ വിരുദ്ധരായ ഒരുപാട് പേര് ഓരോ ക്യാമ്പസിന്റെയും നമ്മുടെ മക്കളുടെ ചുറ്റും ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. അവിടെ കൂട്ടത്തിലേക്ക് എത്തപ്പെടാതിരിക്കണമെങ്കിൽ ഈ വിഷയത്തിന്റെ കാര്യ ഗൗരവം നിങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. നിങ്ങൾക്ക് തന്നെ അറിയാം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള്, സ്കൂൾ പേരൊന്നും ഞാൻ പരാമർശിക്കുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാ പറഞ്ഞത്, ഞാൻ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. ആര് തന്നു? എന്റെ സഹപാഠി എന്ന് പറഞ്ഞാൽ ആരാ? 9ാം ക്ലാസ്സുകാരനല്ലേ? 9ാം ക്ലാസ്സുകാരൻ എന്ന് പറയുമ്പോ എന്താ ഉമ്മ, എന്താ ഇത്ത, മടിയിൽ വെച്ച് താലോലിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല നമുക്ക്, ചെറിയ മക്കളെ പോലെയല്ലേ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് പറയുന്നു, ഞാൻ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് തന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവൻ തന്നു. പക്ഷെ പതിവായിട്ട് പിതാവിന്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് ഈ സാധനം വാങ്ങുന്ന കുട്ടിക്ക് പിന്നീട് പിതാവിന്റെ പേഴ്സ് പിതാവ് മാറ്റിവെച്ചപ്പോ കിട്ടാതെ വന്നപ്പോ ലഹരി അഡിക്ഷൻ ബാധിച്ചപ്പോ ആ 9ാം ക്ലാസ്സുകാരോട് പറയുന്നു, എനിക്ക് ആ സാധനം വേണം കേട്ടോ. അപ്പം പറയുന്നു, പണം വേണം. അപ്പം പറയും, എന്റെ കയ്യിൽ പണമില്ല. അപ്പം പറയുന്നു, പണമില്ലെങ്കിൽ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അവൾ പറയുന്നു, എനിക്ക് സാധനം കിട്ടിയത് എനിക്ക് ഉറക്ക് കിട്ടുന്നില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13-14 വയസ്സുള്ള പെൺമക്കളെ അടക്കം രാസലഹരിയുടെ ലോകത്തേക്ക് എത്തിക്കാനുള്ള കണ്ണികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്നിട്ട് അവസാനം ആ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത്? 9ാം ക്ലാസ്, പണമില്ലെങ്കിൽ കുഴപ്പമില്ല, നീ എന്നോട് സഹകരിക്കണം. ആ സഹകരണം കൂടി വന്നപ്പോഴല്ലേ ഒരു കേസിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ശ്രദ്ധയിൽ വന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ, ഒരു 1-2 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവം. ഇതൊന്നും എന്റെ വീട്ടിലല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾ സേഫ് സോണിലാണോ? ഇതെന്റെ നാട്ടിലോ എന്റെ കുടുംബത്തിലോ അല്ല, അതുകൊണ്ട് സേഫ് സോണിലാണോ? അല്ല. ഇന്ന് നടക്കുന്ന സംഭവ വികാസം നടന്ന വീട്ടിലെ ആ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് അവന്റെ സുഹൃത്തുക്കൾ പറയുന്നു, അവൻ ചിരിച്ച മുഖമായി എന്തും നമ്മൾ പറഞ്ഞ തമാശ രൂപേണ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. നാട്ടുകാർ പറയുന്നു, പൈശാചികമായിട്ട് ക്രൂര കൊലം നടത്തിയിട്ട് കുളിച്ച് ഡ്രസ് മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആ കുട്ടിക്ക് പോകാൻ സാധിക്കണമെങ്കിൽ അവന്റെ മനസ്സിനെ മലീനസമാക്കിയ ആ ചിന്തകൾ എന്താണ്? അതിപ്പോൾ വന്നുകൊണ്ടേയിരിക്കും. ഏതായാലും ഈ പ്രസംഗം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും അതിന്റെ റിപ്പോർട്ട് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം എന്റെ മുന്നിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാര്. ഓരോ ദിവസവും മക്കളെ ചേർത്ത് പിടിക്കണം നമ്മള്. ഓരോ ദിവസവും മക്കളുടെ പ്രശ്നങ്ങൾ അറിയണം നമ്മള്. അവിടെ PTA മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ എത്ര പേരുണ്ട്? PTA മീറ്റിംഗിൽ പങ്കെടുക്കാൻ സമയമില്ല. 40-50% PTA മീറ്റിംഗിൽ പല അറ്റൻഡൻസും പല സ്ഥലത്തും കാണുന്നത്. ആർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവർക്കും മക്കൾക്ക് വേണ്ടിയിട്ട്. ഒരൊറ്റ മോന അല്ലെങ്കിൽ ഒരു മോനും മാത്രമേ എനിക്കുള്ളൂ. ആർക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നവർക്കും പറയും, എന്റെ പുന്നാര മോന് വേണ്ടിയിട്ടാണ്. ആ രാവിലെ സ്വബഹയ്ക്ക് ശേഷം 12 മണി വരെ കടയിൽ പോയി ജോലി ചെയ്ത് ചോര നീരാക്കിയിട്ട് വീട്ടിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, അധ്വാനിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ മക്കളാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ ആ മക്കളുടെ മദ്രസയിൽ PTA മീറ്റിംഗ് നടക്കുമ്പോ, ആ മക്കളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് നടക്കുമ്പോ അര ദിവസം ലീവ് എടുത്തെങ്കിലും ആ വിദ്യാലയത്തിൽ നമ്മൾ എത്തണം. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷയാണ്. മക്കളോടൊപ്പം ചേർന്നിരിക്കാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നു. അവിടെയാണ് പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നത്. എന്റെ മോള് മേലെ റൂമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷിക്കുമ്പോഴും മേലെയില്ല മോള് പോകേണ്ട സ്ഥലത്ത് പോയിരുന്നു എന്ന ചിന്തകളൊക്കെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലേ ഞാനും നിങ്ങളും? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ ഐതിഹാസികമായ പോരാട്ടമാണ് 2016 സംസ്ഥാന സർക്കാരിന്റെ വിമുക്തി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം 9ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തോടൊപ്പം തന്നെ ഐതിഹാസികമായ ലഹരിക്കെതിരുള്ള രാവൊന്നോ പകലൊന്നോ ഇല്ലാതെ, ഋതുഭേദങ്ങളില്ലാതെ, മഴയൊന്നോ വെയിലൊന്നോ ഇല്ലാതെ ഒരു പുതുതലമുറയെ ദിശാബോധത്തോടുകൂടി സഞ്ചരിപ്പിക്കാൻ, ദിശ തെറ്റാതെ നേരിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി QMC ഈ നാട്ടിന്റെ ചെറുപ്പക്കാരും മുതിർന്നവരെല്ലാം ചേർന്നുകൊണ്ട്, അയഴാൻ കടലക്കരയുള്ള ജോലി ചെയ്യുന്നവരും നാട്ടിലുള്ള ചേർന്നുകൊണ്ട് ഈ നാടിന്റെ വിഷയം ഏറ്റെടുക്കണം. ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ നാടിനെ നയിക്കേണ്ടവരാണ്. ഈ സംഘടനയുടെ തലപ്പത്ത് നാളെ എത്തേണ്ടവരാണ്. ആ എത്തേണ്ട അവരെ ഇന്നിന്റെ കലുഷിതമായ സാഹചര്യത്തിലേക്ക് വീണുപോവാതെ നേരിന്റെ വഴിയിലേക്ക് നയിക്കാൻ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത് തുടങ്ങേണ്ടതും ഇന്നിന്റെ ഈ സംഘടനയുടെ അനിവാര്യതയാണ് അവരവിടെ നിറവേറ്റിയിരിക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ഈ വിഷയത്തിന്റെ കാര്യഗൗരവം വിട്ടുകളയരുത്. കോവിഡ് വന്ന പോലെ പോകില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
2019 ഡിസംബർ മാസം 31-ാം തീയതി ചൈനയിലെ വുഹാൻ പട്ടണത്തിലെ ഹാൻ മാംസ മാർക്കറ്റിൽ ലോകത്തിലാദ്യമായി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത മനുഷ്യ ജീവന്റെ അപായപ്പെടുത്തുമെന്ന രീതിയിൽ ലോകാരോഗ്യ സംഘടന വിധിയെഴുതിയ ഒരു വൈറസ് 2019 ഡിസംബർ 31-ന് ചൈനയിലെ വുഹാൻ പട്ടണത്തിലെ ഹാൻ മാംസ മാർക്കറ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു. 2020 ജനുവരി 1-ാം തീയതി ധർമ്മടത്ത് രാവിലെ ഞാൻ പത്രം വായിക്കുന്നു. ആ പത്രത്തിന്റെ തലക്കെട്ട് 5000 പേര് ചൈനയിൽ മരിച്ചു വീണുപോയി, ശ്വാസം കിട്ടാതെ മരിച്ചുപോയി. ഞാൻ പത്രം നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രണാമം ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്താറിപ്പിടികെ നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ആദരാഞ്ജലികൾ, ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ട മുത്താറിപ്പിടികെ, അന്ന് ചൈനയിൽ ആയിരക്കണക്കിന് പേര് മരിച്ചു വീഴുമ്പോ, കോവിഡ് വൈറസ് കീഴടക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖത്തിന് ആഴം കുറവായിരുന്നു. എന്താ ആഴം കുറവാൻ കാരണം എന്നറിയോ? അതങ്ങ് ചൈനയിലാണ്. നമ്മളിങ്ങ് മുത്താറി പീടുകയാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് സാധാരണ ഒരു കാഷ്വൽ ദുഃഖം മാത്രം നമുക്കുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 4 മാസം പോലുമായില്ല 2020 മാർച്ച് മാസത്തില് ലോകത്തിലെ വികസിത രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ മതിൽക്കെട്ടുകളെല്ലാം നിമിഷ നേരം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി എയർപോർട്ട് വഴി എത്തിയില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയില് 2020 മാർച്ചിൽ എത്തിയിട്ടാണ് മുത്താറിപ്പിടിയെ കോവിഡ്. കണക്ക് നിങ്ങൾ നോക്കിക്കോ, 2020 മാർച്ചിൽ എത്തിയിട്ടുണ്ട്, ഈ ഭാരതത്തിൽ എത്തിയിട്ടുണ്ട്. ആ ഭാരതത്തിൽ നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് കോവിഡ് ആദ്യമായിട്ട് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വശ്യസുന്ദര ഭൂപ്രദേശമായ കൊച്ചു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃക മൂല്യമുള്ള തൃശ്ശൂരിന്റെ മണ്ണിൽ 2020 മാർച്ച് തൃശ്ശൂരിൽ കോവിഡ് എത്തി. ആ തൃശ്ശൂരിൽ കോവിഡ് എത്തിയപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ചൈന വിട്ടു, ചൈനയിലാന്ന് പറഞ്ഞ് നമ്മൾ എന്താക്കി തിരുത്തി. നമ്മൾ ഡിഫൻസ് വീണ്ടും സ്വീകരിച്ചു. അതങ്ങ് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരും കഴിഞ്ഞ്, ഷൊർണൂരും കഴിഞ്ഞ്, കുറ്റിപ്പുറവും കഴിഞ്ഞ്, പറവൂക്കും കഴിഞ്ഞ്, കോഴിക്കോട് കഴിഞ്ഞ്, കൊയിലാണ്ടിയും കഴിഞ്ഞ്, വടകരയും കഴിഞ്ഞ്, മാഹിയും കഴിഞ്ഞ്, തലശ്ശേരിയും കഴിഞ്ഞ് ഇങ്ങ് മാക്കോൽ പീടിക, ഇങ്ങ് മുത്താറി പീടിക. എത്തൂല എത്തൂല എന്ന വിശ്വാസം ധർമ്മടത്ത് എത്തൂല എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഭാര്യ എന്നോട് പറഞ്ഞു, നോക്കൂ ചനലിനുള്ളിയുടെ പുറത്തേക്ക് നോക്കൂ. നോക്കുമ്പോ കുറെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് റൂട്ടിലൂടെ, കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അന്വേഷിച്ചു പറഞ്ഞു, ധർമ്മടത്ത് ഒരു വീട്ടിലെ 13 പേർക്ക് ഒരുമിച്ച് കോവിഡ് വന്നു. ഞാൻ തലയിൽ കൈവച്ചു പോയി. അല്ലോ പടച്ചു. അങ്ങ് ചൈനയിലാന്ന് പറഞ്ഞ സാധനം, തൃശ്ശൂരാന്ന് പറഞ്ഞ സാധനം അങ്ങ് വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ മുത്താറിപ്പിടിയെ തലയിൽ കൈവച്ചു പോയി. അപ്പോ നിങ്ങൾ ഏത് ഡിഫൻസാ സ്വീകരിച്ചിട്ടുണ്ടാവുക? അതങ്ങ് മൊയ്തു പാലം ഭാഗത്തല്ലേ? അതും കഴിഞ്ഞ്, മീത്തലപ്പീടിയും കഴിഞ്ഞ്, കൊടുവള്ളിയും കഴിഞ്ഞ്, പഴയ ബസ് സ്റ്റാൻഡും കഴിഞ്ഞ്, പുതിയ ബസ് സ്റ്റാൻഡും കഴിഞ്ഞ്, മഞ്ഞോടിയും കഴിഞ്ഞ്, പൂക്കോടും കഴിഞ്ഞ്, പാട്ടിയും കഴിഞ്ഞ്, ഇല്ല എന്റെ മുത്താറിപ്പിടിയിൽ എത്തൂലാന്ന് നിങ്ങൾ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു ദിവസം വൈകുന്നേരം കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയിട്ട് ഷവർ ഓൺ ചെയ്ത് ബക്കറ്റും തൊട്ടി വെള്ളമൊക്കെ എടുത്ത് വെള്ളം ഇങ്ങനെ തലയിലൂടെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ കുളിക്കുന്നിടയിൽ സാധനം നമ്മൾ എടുക്കുമല്ലോ കുളിക്കുമ്പോ, ആ സാധനം എടുത്ത് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം നിങ്ങൾ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് നോക്കുമ്പോ മണം കിട്ടുന്നില്ല. ആഞ്ഞു വലിച്ചു നോക്കി, മണമില്ല. നമ്മളെന്താ പറഞ്ഞത്? മൂക്കടപ്പാണ് കോവിഡ് എന്ന് വിശ്വസിക്കൂല. അത് വിശ്വസിക്കാൻ, അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. മൂക്കടപ്പാണ്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റിൽ എന്താ പറഞ്ഞത്? പനിച്ചത് കൊണ്ടാണ്. പിറ്റേന്ന് രാവിലെ നടുവേദന വന്ന്, നട്ടെല്ല് വേദന വന്ന്, മൂക്കൊലിപ്പ് വന്നപ്പോഴല്ലേ ഇക്കയോട് പറഞ്ഞത്? ആരും അറിയണ്ട. ഇക്കോട് പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞാവും ആരും അറിയണ്ട, പാനൂർ ടൗണിലേക്ക് നമുക്ക് പോവാന്ന്. ഓർമ്മയില്ലേ? തലശ്ശേരിയിൽ ഞാനൊക്കെ പോയത് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേക വണ്ടിയിൽ കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് ഡബിൾ വാടക കൊടുത്ത് ഒരു ലാബിന്റെ മുന്നിലേക്ക് പോയി. ആ വണ്ടി നിർത്തിയപ്പോ വെള്ള സാരിയും വെള്ള ബ്ലൗസും ധരിച്ച ഒരു ചേച്ചി ചിരിച്ചുകൊണ്ട് ഒരു പ്രത്യേക റൂമിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കൊയൽ പോലത്തെ സാധനം എടുത്തിട്ട് മൂക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് തിരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു, ആരാ? റിസിയ. ഞാനാ റിസിയ. ഇവിടെ സ്ഥലോ മുത്താറി പീടിക. ചൈനയെ കണ്ട സാധനം വീട്ടിലെത്തിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം ബോധ്യമായത്. അതുവരെ നമ്മളെന്താ പറഞ്ഞത്? ചൈനയിലും തൃശ്ശൂരുമാണെന്ന് പറഞ്ഞു കളഞ്ഞു. ഇതുപോലെ ലഹരി, ഇന്നിന്റെ വിഷയം കൊടും ക്രൂരമായ ആ നിമിഷം ഉണ്ടായത് അനന്തപുരിയിലാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്താണ്. എന്റെ നാട്ടിലല്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കണ്ട. അങ്ങ് കൊയിലാണ്ടിയിലും അങ്ങ് പയ്യോടിയിലെ കഴിഞ്ഞ ദിവസം കണ്ടത് എന്റെ നാട്ടിലല്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. ഓരോ സെക്കൻഡ് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൈശാചികമായ ലോകത്തേക്ക് മക്കളെത്താതിരിക്കണമെങ്കിൽ മക്കളുമായി അഭേദ്യമായ ആത്മബന്ധം സ്ഥാപിക്കുന്ന രക്ഷിതാവാൻ സാധിക്കണം. ഒരു കൗമാരക്കാരിയ കുട്ടി എനിക്കും നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ കുട്ടി ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് ക്യാമ്പസിൽ പോകാൻ ഒരുങ്ങുമ്പോ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടി, ഒരു ഫംഗ്ഷന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ ആ കുട്ടിയെ ചേർത്ത് പിടിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. മുത്താറിപ്പിടി എന്റെ മകളെ ഞാനാ ചേർത്ത് പിടിക്കേണ്ടത്.
എന്റെ ഭാര്യയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ആ കല്യാണത്തിനോ ക്യാമ്പസിലോ പോകേണ്ട മോളോട് മഞ്ഞ ചൂരിദാറിട്ടുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന മോളോട് പറയണം, മോളെ ഈ മഞ്ഞ ചൂരിദാറിട്ട് കാണാൻ എന്റെ മോൾ എന്തൊരു സുന്ദരിയാ, ഈ പരിഗണന കൊടുക്കേണ്ടത് ഞാനാണ് എന്റെ മോക്ക്, ഈ പരിഗണന കൊടുക്കേണ്ടത് എന്റെ ഭാര്യയാണ് എന്റെ മോക്ക്. നിങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് ഈ പരിഗണന കൊടുക്കേണ്ടത്. മഞ്ഞച്ചൂരിതാട്ട് മോളെ പച്ചച്ചൂരിതാട്ട് പച്ച ഉടുപ്പിട്ട് നീല ഉടുപ്പിട്ട് എന്റെ മോളെ കാണാൻ എന്തൊരു സുന്ദരിയാ, ഈ ചേർത്ത് പിടിക്കൽ പരിഗണന ഞാനും നിങ്ങളും കൊടുക്കേണ്ട ഈ പരിഗണന ഞാൻ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ ഡ്രസ്സും ധരിച്ചുകൊണ്ട് ഇത് വഴികളിലൂടെ പോകുമ്പോ അടുത്ത വീട്ടിലെ പ്രദീപേട്ടനോ അടുത്ത വീട്ടിലെ ഷമീറ പറയും, ഈ മഞ്ഞച്ചൂരിതാർ കിട്ടാൻ നിന്നെ കാണാൻ ഇതെന്തൊരു സുന്ദരിയാ. വീട്ടിൽ നിന്ന് കിട്ടേണ്ട പരിഗണനയാണ് പുറത്തുനിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടേണ്ട പരിഗണന, കരുതല്, ചേർത്ത് പിടിക്കല് അത് ഞാനും നിങ്ങളും സമം ചേർത്ത് മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ ഇഷ്ടം പോലെ പുറത്താളുണ്ട്. ആ അപകടങ്ങളിലേക്ക്, ആ അപകട കരുതലിലേക്ക്, ആ അപകട സ്നേഹങ്ങളിലേക്ക് മക്കൾ വീണുപോയി കഴിഞ്ഞാൽ, മറ്റൊരു ലോകത്തേക്ക് മക്കളെത്തി കഴിഞ്ഞാൽ തിരിച്ചു മക്കളെ നമ്മുടെ കൈകളിലേക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. ആ സാഹചര്യം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്ര മാത്രോളമുണ്ട്. എന്തുകൊണ്ടാണ് റംസാനിന്റെ മുന്നോടിയായി QMC ഈ വിഷയം എടുക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ നാട്ടിലെ മക്കൾ പല സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടാവുന്നില്ല, പക്ഷേ പല സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങൾ വരുമ്പോ ആ സമ്മർദ്ദങ്ങളെല്ലാം അതിസമർത്ഥമായി അതിജീവിക്കാനുള്ള മികച്ച മാനസികമായ കരുത്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. ആ കരുത്ത് ചോർന്നു പോകുമ്പോഴാണ് കൃത്രിമമായ കരുത്തിന് വേണ്ടി മക്കൾ ഓടുന്നത്. തൊട്ടുപോയാൽ പെട്ടുപോകും, പെട്ടുപോയാൽ കൊണ്ടുപോകും. യാതൊരു സംശയവും കൊണ്ട് എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരോട് പറയും, ഒന്നിച്ചു പഠിച്ചതാ, ഞാൻ പറഞ്ഞവരോട് നീ പരിപാടിയൊക്കെ നിർത്തി കേട്ടോ, ഈ പരിപാടി വെറുതെ ജീവിതം നശിപ്പിക്കില്ല. ആ സുഹൃത്ത് എന്റെ കൂടെ പഠിച്ചവൻ എന്നോട് പറയാ, നീ പ്രസംഗം നടത്തി ഇങ്ങനെ നടന്ന് കളിച്ചോ, നീ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, വേറെ തന്നെ ഒരു ലോകത്താടെ എത്തുമെന്ന് പറഞ്ഞു എന്നോട്. എന്റെ സുഹൃത്ത് പറഞ്ഞതാ, പക്ഷെ അവൻ പറഞ്ഞ സത്യം. പക്ഷേ ഓനിപ്പോ സെൻട്രൽ ജയിലിൽ ഉള്ളു, വേറെ തന്നെ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും സാധനം, യാതൊരു സംശയവും വേണ്ട. പയ്യാമ്പലം മർമര റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബ സംഗമം. ആ മർമര റിസോർട്ടിലെ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ച് വൈകുന്നേരം ഞാനിങ്ങനെ വരികയാണ്. ഞങ്ങൾ ഒരു ടീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ആ പയ്യാമ്പലത്തെ മണൽത്തരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൂടിയ ആ പയ്യാമ്പലത്ത് ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഒരു കാഴ്ച എങ്ങനെ കണ്ടു. നമ്മൾ വണ്ടി അവിടെ നിർത്തി. വണ്ടി നിർത്തിയതിനു ശേഷം നോക്കുമ്പോ ഒരു ബൈക്കിൽ ഒരാണും രണ്ടുപേരും അവിടെ വീണിട്ട് കിടക്കുന്നു. പെൺകുട്ടിയുടെ മുഖമാണെങ്കിൽ പുഴിയിൽ ഇങ്ങനെ ഉള്ളിൽ കുത്തി മൂക്കിങ്ങനെ അടിച്ചിട്ടേയിരിക്കുന്നു. ഇപ്പൊ നാട്ടുകാരൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാട്ടുകാരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, എടാ എവിടുന്നാ വന്നത്? രണ്ടുപേരും യൂണിഫോം ധരിച്ച പട്ടാ പകല്ലേ, വീട്ടിൽ നിന്ന് കോളേജിൽ പോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പോട്ടെ എന്ന് പറഞ്ഞു പോയ മക്കളായിരിക്കും. ഈ നാട്ടുകാരെ വളഞ്ഞു ചോദിക്കുന്നത് എവിടുന്നാ വന്നത്, എടിയാനി ചെക്കനോട് ചോദിക്കുന്നുണ്ട്, ആരെയാ കൂട്ടി വന്നത്, ഇവിടെ വീട് എവിടെയാണ്? രണ്ടുപേർക്കും ബോധമില്ല. ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നു, ഇൻടോക്സിക്കേഷൻ, ലഹരി, രാസലഹരി കുട്ടികളുടെ തലയെ കീഴടക്കിയിരിക്കുന്നു, തലച്ചോറിനെ കീഴടക്കിയിരിക്കുന്നു, സ്വഭാവത്തെ കീഴടക്കിയിരിക്കുന്നു. ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. എന്നിട്ട് അതിലൊരു ചെറുപ്പക്കാരെ ഒരു വലിയ ബക്കറ്റ് എടുത്തിട്ട് കടലിൽ ആ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് മുഖത്തേക്ക് ഒഴിക്കുക. ആ മുഖത്തൊഴിച്ചിട്ട് രണ്ടുപേർക്കും ബോധമില്ല. വീണ്ടും 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 വെള്ളം എടുത്ത് മുഖത്തേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ പെൺകുട്ടിക്ക് ഒരു ബോധം പോലുമില്ല. ചെറുപ്പക്കാരന് ചെറിയൊരു അനക്കം. ഈ ചെറിയ അനക്കം കേട്ടതിനു ശേഷം ആ ചെറുപ്പക്കാരൻ മെല്ലെ തല ഉയർത്തിയിട്ട് ഒരു 10% സ്വബോധം വന്ന ആ സാഹചര്യത്തിൽ, വെള്ളമൊഴിച്ചതിനു ശേഷം 10% ബോധം വന്ന സാഹചര്യത്തിൽ തലയുയർത്തിയ ചെറുപ്പക്കാരൻ ആരുടെ അടുത്തിരുന്ന് ആടെ മുട്ടുപിടിച്ചിട്ട് മേലയിലേക്ക് എഴുന്നേൽക്കാൻ നോക്കുക. ആ മേലെ എഴുന്നേൽക്കാൻ നോക്കുമ്പോ വീണ് കിടക്കുന്ന പെൺകുട്ടിയെ നോക്കി അവൻ പറഞ്ഞ ഡയലോഗ് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അവന്റെ കൂടെ വന്ന് ബോധമില്ലാതെ പുഴയില് മൂക്കടക്കം അടിച്ചു വീണ് കിടക്കുന്ന മോളെ നോക്കിയിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാ, മുത്തേ നീ പേടിക്കണ്ട മുത്തേ, നിനക്ക് ഞാനുണ്ട് മുത്തേ. ഓന് മര്യാദയ്ക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. രാസലഹരിയുടെ വൈകൃതങ്ങൾ പല രൂപത്തിലും ഭാവത്തിലുമാണ് രക്ഷിതാക്കന്മാരെ. ഇന്നത്തെ വാർത്തകള് ഓരോ രക്ഷിതാക്കന്മാരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വാർത്ത ഞാൻ നിങ്ങൾ കണ്ടതാണ്.
തലച്ചോറിന് പോലും ഓപ്പറേഷൻ നടത്തിയ പ്രിയപ്പെട്ട മാതാവ് 9 മാസം 10 ദിവസം പ്രസവിച്ച നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട എന്റെ മകൻ എന്റെ കൂടെ കഴിയണമെന്ന് ചേർത്ത് പിടിച്ച ഉമ്മയെ കൊടുംക്രൂരമായി കൊലപ്പെടുത്തി. നിങ്ങൾ ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ നൽകിയ ശിക്ഷയാണെന്ന് ആ ഉമ്മയെ നോക്കിയിട്ട്, മാതാവിനെ നോക്കിയിട്ട് ഒരു കുട്ടിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ കൊടുംക്രൂരമായി വെട്ടിയെറിഞ്ഞുകൊണ്ട് കുളിച്ച് ഡ്രസ്സ് മാറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ട് ഞാനിതാ കൃത്യം ചെയ്തിരിക്കുന്നെന്ന് ചെറുപ്പക്കാരന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ തലച്ചോറിനെ ബാധിച്ച ആ ചിന്തകൾ ഏതാണ്? രാസലഹരി ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ മായാ ലോകത്തേക്ക് വീണുപോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കളില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതിന് ദിവസം അറ്റൻഡൻസ് എടുക്കണം. 7 മണിക്കും 8 മണിക്കും മഗ്‌രിബ് ഇനിയിപ്പോ വരാൻ പോവുകയാണ് പരിശുദ്ധമായ ഈ റംദാനുമായി ബന്ധപ്പെട്ട് തറാവിയൊക്കെ പോകുന്ന പറഞ്ഞു വരുന്ന ഒരുപാട് കുട്ടികൾ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും തറാവിയുടെ പേര് പറഞ്ഞ് ഇശാ നമസ്കാര ശേഷം പിന്നെ പള്ളിയിൽ ആളില്ല, ഓരോ കടയുടെ പിന്നിൽ ഓരോ പറയുന്ന ഗ്രൗണ്ടിനുള്ളിൽ പോയി ഈ പറയുന്ന സാധനം കുത്തിപ്പിടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ പെട്ടുപോവാതിരിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, പ്രിയപ്പെട്ട ചെറുക്കുള്ള ചെറുപ്പക്കാരെ, ഈ വിഷയത്തിന്റെ കാര്യ ഗൗരവം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് QMC സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കുക എന്ന വലിയ സന്ദേശം നൽകിയതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ മക്കൾക്ക് പ്രശ്നമില്ലെങ്കിൽ, എന്റെയോ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ മരുമക്കൾക്കോ ആർക്കും പ്രശ്നമില്ലെങ്കിലും ഈ പ്രശ്നം ഒരിക്കലും എന്റെ വീട്ടിലെത്തുകയില്ല എന്ന വലിയ ചിന്തയിൽ ഒരിക്കലും നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം മുന്നിൽ ഓരോ സെക്കൻഡും ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. അത്തരം വിഷയങ്ങളൊന്നും നമ്മുടെ നാടുകളിൽ നടക്കാതിരിക്കാനുള്ള ഐതിഹാസികമായ പോരാട്ടം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് QMC ഇത്തരം ഒരു ജനകീയ സദസ്, ജാഗ്രതാ സദസ് റംദാനിന് മുന്നോടിയായി 2 വിഷയത്തിൽ ലഹരിക്കെതിരെ ഉണരണം, നാട്ടുകാരെ ഉണരണം എന്ന വലിയ കാഹളം ഉയർത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുന്നത് അടുത്ത സെഷൻ ഏകദേശം ആരംഭിക്കാനായി. പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, നമ്മൾ സ്വയം വിമർശനാത്മകമായി ചിന്തിക്കുക. ഒരു കളിപ്പാട്ടമായി കൊടുക്കേണ്ട സാധനമല്ല മൊബൈൽ ഫോൺ. ഇതിന്റെ ബ്രീഫ് ഔട്ട്ലൈൻ ഒന്നുകൂടി ഞാൻ വരച്ചു കാണിക്കുക. മാതാവിന്റെ ചൂടറിയേണ്ട സമയത്ത് മാതാവിന്റെ ചൂട് തന്നെ അറിയണം. പിതാവിന്റെ ചൂടറിയേണ്ട സമയത്ത് പിതാവിന്റെ ചൂട് തന്നെ അറിയണം. കുടുംബത്തിന്റെ കരുതലും പരിഗണനയും കിട്ടേണ്ട സമയത്ത് കരുതലും പരിഗണനയും തന്നെ നമുക്ക് കിട്ടണം. നമ്മളേറെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ സാദവരിലൂടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ ബ്രീഫ്. കളിക്കാൻ കൊടുക്കേണ്ട സാധനമല്ല മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച തീപ്പെട്ടിക്കൂട്ട് പോലുള്ള ചതുരാകൃതിയുള്ള വസ്തുവിന്റെ ഉള്ളിലേക്ക് തലച്ചോറ് തളച്ചിടുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ പെട്ടുപോവാതിരിക്കാൻ സട്ടക്കൊടഞ്ഞെഴുന്നേൽക്കേണ്ട നിമിഷം ഓർത്തു വെക്കേണ്ടതാണ്. പല രക്ഷിതാക്കന്മാരും ഒരു കളി വസ്തുവായിട്ടോ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാക്കാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഐ ഫിയർ ദ ഡേ. ഞാൻ ഭയപ്പെടുകയാണ് ആ ദിവസത്തെ ആലോചിച്ച്. വെൻ ടെക്നോളജി ഓവർലാപ്സ് വിത്ത് ഹ്യൂമാനിറ്റി. സാങ്കേതിക വിദ്യ മാനവികതയെ കവരുന്ന ഒരു ദിവസം ഇവിടെ വരികയാണെങ്കിൽ അന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത് വെറും പമ്പര വിട്ടികൾ മാത്രമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുട്ടികൾക്ക് വേണം. കുട്ടികൾ ഉമ്മയുമായിട്ട് സംസാരിക്കണം, ഉപ്പയുമായി സംസാരിക്കണം. ആ വിഷയം അകന്നു പോവുകയാണ്. ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ മക്കൾ ആരോടും സംസാരിക്കുന്നില്ല. അവരെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കണം. പരിഗണന കൊടുക്കേണ്ട സമയത്ത് പരിഗണന കൊടുക്കണം. ആ പട്ടങ്ങൾ പറക്കുമ്പോൾ നൂല് പൊട്ടാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതകളും നമ്മുടെ ഭാഗത്തുണ്ടാവണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുള്. അത്തരം സാഹചര്യത്തിലൂടെ മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വർത്തമാന കാലഘട്ടത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ നാട്ടില് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കണ്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും നമ്മുടെ നാട്ടിൽ എത്തപ്പെടാതിരിക്കുവാനും ജാതി മത വർണ്ണവർഗ ലിംഗ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഒരു മാലയിലെ മുത്തുകളെ പോലെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു വലിയ സന്ദേശങ്ങൾ കൂടിയാണ് QMC ഇത്തരം ഒരു പരിപാടിയിലൂടെ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഐതിഹാസികമായ ലഹരി, ആ ലഹരി
ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ലഹരി പ്രിയപ്പെട്ട മുത്താറിപ്പീടികയുടെ യുവത്വമേ, യുവത്വം കുറവാണെങ്കിലും പറയാം, ആ യുവത്വമേ യഥാർത്ഥ ലഹരി വീട്ടിലുണ്ട്. ആ വീട്ടിലുള്ള ലഹരിക്ക് ഈ ലോകത്ത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ലഹരിയാണ്. പനിയുടെ ഗുളികക്ക് പോലും സൈഡ് എഫക്റ്റ് ഉണ്ട്, ഛർദിയുടെ ഗുളികക്ക് പോലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാം, കഫക്കെട്ട് കഴിക്കുന്ന ഗുളികക്ക് പോലും സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. എന്നാൽ ഈ ലോകത്ത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലഹരി വസ്തു നിങ്ങളുടെ വീട്ടിലുണ്ട്. പ്രിയപ്പെട്ട മുത്താറിപ്പിടിയ യുവത്വമേ, നിങ്ങളുടെ മാതാവിനെ നിങ്ങൾ സ്നേഹിക്കൂ. സുന്ദരമായ ലഹരിയാണ് അത്. മാതാവ് എന്ന സ്നേഹത്തിന്റെ സുന്ദരമായ ലഹരി നുണയൂ, പിതാവ് എന്ന സുന്ദരമായ സ്നേഹത്തിന്റെ ലഹരിയൂ. കുടുംബമാവുന്ന ആ ലഹരി സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ലഹരി നുണയാൻ പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ആത്മീയ സാക്ഷാത്കാരത്തിലൂടെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾക്ക് ഒപ്പിയെടുക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ UMC സംഘടിപ്പിച്ച ഇത്തരമൊരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും എന്നെ ക്ഷണിച്ചുള്ള നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.